ഞാനിപ്പോൾ ഭയങ്കര ഒരു കൺഫ്യൂസ് സ്റ്റേറ്റിലാണ്. But I still have faith in God. I still have faith in my Guru. I still have faith in the Lord Vishnu. I go every day. I know, like, എന്താ പറയുക, ഓരോ സമയത്തും ദൈവം നമ്മളെ പല രീതിയിൽ ടെസ്റ്റ് ചെയ്യും. നമ്മൾ പോലും അറിയാത്ത രീതിയിലായിരിക്കും ടെസ്റ്റ് ചെയ്യും. ചിലപ്പോൾ നമ്മുടെ വിശ്വാസത്തെ തന്നെ പിടിച്ച് താഴത്തെടുത്തു. ദാറ്റ് ടൈം ഹൗ വി ആർ കമ്മിങ് അപ്പ്, ഐ ബിലീവ് ദാറ്റ് ഗോഡ് ടൈം. ആ സമയത്തായിരിക്കും ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നത്, ലൈക്ക് ഹൗ സ്ട്രോങ് വി ആർ. Maybe like he will say that your close friend is bad. Maybe he will say that your wife is not good. Maybe sometimes he will say your guru is not good. But sometimes നമ്മൾ വിശ്വസിക്കുന്ന കൃഷ്ണൻ തന്നെ തെറ്റാണെന്ന് ചിലപ്പം പറഞ്ഞിരിക്കാം. പക്ഷേ എന്താ പറയുക, ആ സമയത്തും ഭാഗവത്തിൽ സമയത്തിന് എപ്പോഴും വായിക്കാറുണ്ട്, ഭഗവാൻ കൃഷ്ണനെ തന്നെ കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആഭാസം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കൃഷ്ണൻ ആരെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ കൃഷ്ണനെ പിന്നെ വിടത്തില്ല. പക്ഷെ എനിക്കറിയാം ഭഗവാൻ എന്തായാലും നമ്മൾ നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്യും, പല രീതിയിൽ. എന്ന് വെച്ചാൽ എന്താ പറയുക, ഭയങ്കര ഡിസൈൻസാണ് ഹ്യൂമൻ ബീങ്സിലുള്ളത്. എനിക്കാണെങ്കിൽ ഇഷ്ടംപോലെ ഡിസൈൻസ് ഉണ്ട്. ആക്ച്വലി ഒരു പ്രാവശ്യം വേദവ്യാസൻ ഇങ്ങനെ റോഡിലിങ്ങനെ നടന്നു പോയിക്കുന്ന സമയത്ത് ഒരു കൊച്ചു പുഴുവിനെ കാണും. ആ പുഴു ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഈസ് ട്രൈങ് ടു ക്രോസ് ദ റോഡ്. അപ്പം അദ്ദേഹം ചോദിക്കും, താങ്കൾ എന്തിനാ ഇത്ര തിരിച്ച് ഇവിടെ പോകാമെന്ന് ചോദിക്കും. പറഞ്ഞില്ല, എനിക്ക് ദൂരെ നിന്നൊരു ബുള്ളക്കാട്ടിൻ്റെ സൗണ്ട് കേൾക്കാം, അപ്പോൾ അതിന് മുമ്പേ എനിക്ക് ക്രോസ് ചെയ്യണമെന്ന്. അപ്പോൾ പറഞ്ഞ്, ബുള്ളക്കാട്ട് സമയമുണ്ടല്ലോ, നീ എത്ര എടുത്ത് ക്രോസ് ചെയ്യുന്നത്? അല്ല, ഇപ്പം ഞാൻ സ്പീഡിൽ ക്രോസ് ചെയ്തില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ആ വീലിനടിയിലായിപ്പോവും, എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. സോ ഇച്ചിരി ചെറിയൊരു സ്പാൻ ഓഫ് ടൈമിലായിരിക്കും ഈ പുഴു ജീവിക്കുന്നത്. പക്ഷെ അതിന് പോലും ഇത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ മനുഷ്യൻ എന്തായിരിക്കും? നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട്, പക്ഷെ എല്ലാത്തിനും നമ്മൾ വെളി വന്നിട്ടാണ് നമ്മൾ ഈ സ്പിരിച്വാലിറ്റിയിൽ വരുന്നത്. പക്ഷെ അവിടെയും സംടൈംസ് ദൈവവും എല്ലാ രീതിയിലും നമ്മൾ ടെസ്റ്റ് ചെയ്യും. ചിലപ്പം ഹൗ ഫാർ വി ആർ ഗുഡ്, ഓർ ലൈക്ക് നമ്മൾ ഇവിടുത്തെ വരെ നമ്മൾ താഴെ വരെ പോകും, അവിടെയും ടെസ്റ്റിംഗ് ഉണ്ട്. എന്താ ഇസ്കോണിലെ പിക്ചർ ഇപ്പോഴും കാണിക്കാൻ ഓർമ്മ വരും. 1000 സ്റ്റെപ്സ് കാണും, ഏറ്റവും അറ്റത്തായിരിക്കും കൃഷ്ണൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ നല്ലൊരു ഡിവോട്ടി മോള് വരെ പോകും, പക്ഷെ അപ്പോഴായിരിക്കും പിടിച്ചു വന്ന് അവനെ താഴെ വീഴ്ത്തുന്നത്. ഉടനെ കൃഷ്ണൻ്റെ ആഗ്രഹം എടുത്ത് അവനെ എത്താൻ പറ്റത്തില്ല. അപ്പം നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്, ഇൻക്ലൂഡിങ് ഞാനാണെങ്കിൽ കുറേ അനുഭവിച്ച് അതിനെല്ലാത്തിലാണ് ഇതിൽ വന്നത്. ചിലപ്പോൾ ഇതിന് തന്നെ ദൈവം നമ്മൾ ടെസ്റ്റ് ചെയ്യും, ലൈക്ക് ഹൗ സ്ട്രോങ് വി ആർ ഇൻ ദിസ്. പക്ഷേ ചിലപ്പോൾ സമയത്ത് എനിക്ക് ആ സ്റ്റോറി, ഇപ്പം ഞാൻ ഇത് പ്രിപ്പയർ ചെയ്ത സ്റ്റോറിയല്ല, പക്ഷെ എനിക്കത് ഓർമ്മ വരുന്നത്, എനിക്ക് ചെറിയൊരു ഹിൻറ്റേ കിട്ടുന്നുള്ളൂ ഇപ്പം. പക്ഷേ ബിക്കോസ് ഐ ആം ടോട്ടലി കൺഫ്യൂസ് സ്റ്റേറ്റിലാണ് ഇപ്പം. അതിനകത്ത് കാണിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കൊരു നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ വൈഷ്ണവ് ദേവിയെ പൂജിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, അതായത് ആദിപരാശക്തിയെ. അതിനകത്ത് ആ ഒരു ഗുരു ഒരു ശിഷ്യന്മാർക്ക് കുറേ പൂജകളുമൊക്കെ പഠിപ്പിച്ചു കൊടുക്കും, ഇങ്ങനെയാണ് ദേവിയിലോട്ട് എത്തേണ്ടത്. ആ പൂജ പഠിച്ചിട്ടായിരിക്കും അവൻ ദേവിയിലോട്ട് എത്തുന്നത്. പക്ഷേ അവൻ ആ സമയത്ത് എത്തുമ്പോൾ കുറേ അലിഗേഷൻസും എല്ലാം ഉണ്ടാവും ഗുരുവിനും തമ്മിലും, ഗുരുവിനെ പറ്റിയും. പക്ഷെ അവനറിയും ചിലപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന നമ്മളെ നോളേജ് തെറ്റായിരിക്കാം, പക്ഷെ ആ ദൈവം എന്ന് പറയുന്ന സത്യം ഉണ്ടല്ലോ, ഗോഡ് ഈസ് ഓൾവേസ് ദെയർ. അതിപ്പോൾ ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഒന്നുമില്ലെങ്കിൽ യു ആർ ദ ബെസ്റ്റ് ആൻസർ ഫോർ യുവർ സെൽഫ്. അപ്പം നമ്മൾക്ക് ആ വിശ്വാസം, ദൈവം ബാക്കി എന്തില്ലെങ്കിലും ആ ഒരു നോളേജ് വേണം. നോളേജ് നമ്മൾ ഗുരുവായിട്ട് കാണുന്നു, അത് ദൈവമുണ്ട്. ആ രണ്ടും നമ്മളെ ആ ലെവലിൽ ചിന്തിപ്പിക്കുന്നു. നമുക്ക് ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ വേറെ എന്ത് വന്നാലും, ലെറ്റ് ഇറ്റ് ബി വെരി റോങ്, ബട്ട് വി ഹാവ് ടു കം അപ്പ് ഇൻ ദിസ് ലൈഫ്. നമ്മൾ ആ സ്ട്രോങ് ആ വില്ലെടുത്തിട്ട് നമ്മൾ മുകളിലോട്ട് പോകണം. എൻ്റെ എനിക്ക് കുറേ എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു. ആക്ച്വലി ഈ കഴിഞ്ഞ വർഷം ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു എനിക്ക്. എന്ന് വെച്ചാൽ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു പൂജ പഠിക്കണമെന്ന്. ഭഗവാന്റെ സഹായത്തിൽ അത് എനിക്ക് പഠിക്കാൻ പറ്റി. ആലുവ തന്ത്രപീഠത്തിൽ പോയി അവിടുത്തെ ഒരു സ്വാമിയെ പരിചയപ്പെട്ടു. ആ പഞ്ചലോഹ വിഗ്രഹം ചെയ്യാനുള്ള പൂജ പഠിക്കാൻ പറ്റി. പിന്നെ ആ സമയത്ത് കുറേ അലയിലായിരുന്നു ആ വിഗ്രഹത്തിനെ കുറിച്ച് അന്വേഷിക്കാൻ. കുറേ ആചാര്യങ്ങൾ നെറ്റ് വഴിയും എല്ലാം പരിചയപ്പെട്ടി. പിന്നെ ഏറ്റവും വലിയ നമുക്ക് ടീച്ചറമ്മയും ഞാൻ ചെന്നൈ പോയി 2 പഞ്ചലോഹം ഉണ്ടാക്കി കൊടുത്തു. അപ്പം അതൊക്കെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഒരു വിഗ്രഹം ഗുരുജിക്ക് സമർപ്പിക്കുക എന്ന് പറഞ്ഞ്. പക്ഷെ ഇപ്പോൾ ചില സമയത്ത് ആലോചിക്കും, ആ വിഗ്രഹത്തിൽ അതിലെന്തെങ്കിലും കാര്യമുണ്ടോ? ആ എന്താ പറയുക, നിരാകാര രൂപമായ ദൈവത്തിനെ നമുക്ക് മനസ്സിലാക്കാൻ വിഗ്രഹത്തിൻ്റെ ആവശ്യം ഉണ്ട്, അറ്റ്ലീസ്റ്റ് ഇൻ ദിസ് സ്റ്റേജ്. കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആവശ്യം വരത്തില്ലായിരിക്കാം. പക്ഷെ നമുക്ക് ഉടനെ എന്താ പറയുക,
നമ്മളിപ്പോൾ കൊച്ചു പിള്ളേരല്ലേ, അപ്പോൾ നമുക്ക് ചിക്കൻ ബിരിയാണി കഴിക്കാൻ പറ്റത്തില്ല, സൂപ്പ് വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. സോ വി ഹാവ് ടു, ആ സമയത്ത് നമ്മളത് എന്നെ ഇത് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അതാണ് എൻ്റെ വിശ്വാസം. പിന്നെ പറയാനുള്ളത്, പിന്നെ ഈ വർഷത്തിന് വേറൊരു ഇതെന്ന് വെച്ചാൽ കുറേ നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു മെഡിറ്റേഷനിലൊക്കെ. പക്ഷെ ഞാൻ അപ്പോൾ ഗുരുജിയായിട്ട് ചോദിക്കുമായിരുന്നു ഡൗട്ടുകളൊക്കെ. ചില സമയത്ത് എന്താ പറയുക, സ്മെല്ല് വരുമായിരുന്നു. ചിലപ്പം നേരത്തെ കണ്ണ് അടച്ചിട്ടായിരുന്നു മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരുന്നപ്പം. പക്ഷെ പൂജ ചെയ്ത് തുടങ്ങിയപ്പം ചിലപ്പം ഞാൻ സ്റ്റക്ക് ആവുമായിരുന്നു, എനിക്ക് പറയാൻ പറ്റുന്നില്ല മന്ത്രങ്ങളൊന്നും. ബിക്കോസ് ആ സമയമാകുമ്പോൾ എന്തൊക്കെയോ ഓരോ ഐ വാസ് ഗെറ്റിംഗ് സം വിഷൻസ് ആൻഡ് ഓൾ. പക്ഷേ അത് വരുമ്പോൾ എനിക്ക് മനസ്സിലായപ്പം നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒന്നും എന്താ പറയുക സത്യമല്ല. എവറിത്തിങ് ഈസ് ലൈക്ക് എൻ ഇല്യൂഷൻ. പക്ഷേ കുറച്ച് നിമിഷത്തേക്കായിരിക്കും നമുക്കത് കിട്ടുന്നത്, പക്ഷെ സഡനായിട്ട് അത് മാറിപ്പോകും. സഡനായിട്ടായിരിക്കും അത് നമ്മളെ എന്താ പറയുക, ഉണ്ണിക്കണ്ണൻ സ്വന്തം അമ്മയിൽ നിന്ന് മായച്ചതുപോലെ ഉടനെ മായഞ്ഞു പോകും. പിന്നെയും സ്പ്രിങ് പോലെ പഴയ അവസ്ഥയിലോട്ട് പോകും. പക്ഷെ പിന്നെയും നമ്മൾ പതുക്കെ 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 ഉയർന്നു വരിക. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ എന്ത് അലിഗേഷൻസ് വന്നാലും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും, ഈവൻ ഇഫ് യു ആർ ഹാവിങ് ദറ്റ് ഫെയ്ത്ത്, ആ ചെയ്യുന്ന കാര്യം 10 മിനിറ്റ് ആയാലും ചെയ്തു പോകുമ്പോൾ തന്നെ നമുക്കൊരു വിൽ പവർ ഉണ്ടാവും, ഫിയർലെസ്നെസ്. ലൈക്ക് വിവേകാനന്ദന് എന്താ പറയുക, ഇങ്ങനെ പട്ടി കണ്ട് കൊച്ചിലെ പേടിക്കുമായിരുന്നു. പക്ഷെ തിരിച്ചൊരു ദിവസം അദ്ദേഹം അലാറി തിരിച്ച്. അതിനുശേഷം അദ്ദേഹത്തിന് പേടി ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് പിന്നെ മനസ്സിലായി, ഓക്കെ, all the strength is within me, so why should I worry about it? അപ്പോൾ അതെല്ലാം നമുക്കെല്ലാത്തിലും ഉണ്ട്. പിന്നെ എല്ലാവർക്കും ഓരോ ലെവലിലായിരിക്കും അത് കിടക്കുന്നത്. പതുക്കെ 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 ആയിരിക്കും അത് ഡെവലപ്പായി വരുന്നത്. എന്താ പറയുക, ചില സമയത്ത് ഞാനിപ്പം സഡൻ ഒരു കൊച്ചു സ്റ്റോറി ഇപ്പം ഓർക്കുന്നുണ്ട്, റീസെൻ്റ്ലി ഞാൻ വായിച്ചാണ്. നമുക്കെല്ലാവർക്കും പ്രശ്നം ഉണ്ടാവും, എല്ലാത്തിനും ലൈക്ക് പല പല പ്രശ്നങ്ങളും. പക്ഷെ നമ്മൾ ആ എക്സ്റ്റേണൽ സിറ്റുവേഷൻ നമ്മൾ ഇങ്ങനെ എടുക്കുന്നു എന്നാണ് നമ്മളിപ്പോഴും നോക്കേണ്ടത്. അപ്പോൾ ഞാനിത് ചില സമയത്ത് എൻ്റെ ഗുരുജിയോട് ചോദിക്കുമായിരുന്നു, ഇങ്ങനെ ഹൗ ഇസ് ടു ഹാൻഡിൽ. അപ്പം ഓരോ സമയത്ത് അത്രയും ഒരു ഉത്തരം തരും. പിന്നെ സ്പിരിച്വാലിറ്റി ഈസ് നോട്ട് എന്താ പൈസ കൊടുത്ത് തിരിച്ചു വാങ്ങുന്ന സാധനമൊന്നും അല്ലെന്ന്, നമ്മളത് കോപ്പപ്പ് ചെയ്യണം. ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരു ശിഷ്യൻ വന്ന് ഇതുപോലെ കുറേ പറഞ്ഞായിരുന്നു, ഞാൻ ഇപ്പം എൻ്റെ ഗുരുവിനോട് ചോദിച്ച പോലെ. അപ്പം അദ്ദേഹം പറഞ്ഞു, ഓക്കെ, അടുക്കളയിൽ വന്നിട്ട് 3 പാത്രം കൊടുക്കും, 3 പാത്രത്തിലും ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കും. ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഫസ്റ്റ് ആദ്യത്തെ പാത്രത്തിൽ അദ്ദേഹം പറയും ഒരു കാര്യം ചെയ്യും, അത് 2 ഉരുളക്കിഴങ്ങെടുത്ത് പുഴുങ്ങാൻ പറയും. രണ്ടാമത്തെ വെള്ളത്തിനകത്ത് 2 കോഴിമുട്ട പുഴുങ്ങുക. മൂന്നാമത്തിനകത്ത് കുറച്ച് കോഫി ബീൻസ്, കാപ്പി പൊടിയിൽ കുരുക്കൾ ഇടാൻ പറയും. 20 മിനിറ്റ് 3ലും വെള്ളം തിളപ്പിക്കാൻ പറയും. അപ്പം തിളപ്പിച്ചു. അപ്പം ഗുരു ശിഷ്യനോട് ചോദിക്കും, വാട്ട് ചേഞ്ചസ് ആർ യു ഏബിൾ ടു സീ? അപ്പം ഹി വിൽ ടേക്ക് ദ പൊട്ടാറ്റോസ്, ഉരുളക്കിഴങ്ങ് എടുക്കും. ഉരുളക്കിഴങ്ങ് ആദ്യമേ ഹാർഡായിരുന്നു, ഇച്ചിരി സോഫ്റ്റായി. രണ്ടാമത്തിലെടുക്കും. മുട്ട വെളിയിലത്തെ ഫ്രജൈലായിരുന്നു, പക്ഷെ അകത്ത് ലിക്വിഡാണ്, സോഫ്റ്റ്, പക്ഷെ അത് ഇച്ചിരി ഹാർഡായി. കോഫി ബീൻ എന്തായി? കാപ്പിപ്പൂരുവിൻ്റെ അതിൻ്റെ ഐഡൻറ്റിറ്റിയെ പോയി. ആ വെള്ളം തന്നെ നല്ലൊരു മണം വരാൻ തുടങ്ങി. അപ്പം ആ ഗുരു പറയും 3 സ്ഥലത്തും 3 ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ആയിരുന്നു അല്ലേ, പക്ഷെ ആ 3നും പ്രത്യേകമാണ് അനുഭവം വന്നത്. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ യു വാട്ട് യു വാണ്ട് ടു ബി. യു ക്യാൻ ബിക്കം എ എഗ്, ഹാർഡാവും സിറ്റുവേഷൻ, പുറകിലത്തെ സിറ്റുവേഷൻ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാർഡാവാം. അല്ലെങ്കിൽ ഈ ക്യാരറ്റ് അല്ല ഉരുളക്കിഴങ്ങ് പോലെ വെളിയിലത്തെ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ നിനക്ക് യു ക്യാൻ ബിക്കം അകത്തേനെ നിനക്ക് ഉരുട്ട് കൂടി നിൽക്കാം. അല്ലെങ്കിൽ യു ക്യാൻ ബിക്കം ലൈക്ക് കോഫി ബീൻ. ആ എൻറ്റയർ സിറ്റുവേഷൻ തന്നെ ചേഞ്ച് ചെയ്തു. പക്ഷേ നമ്മൾ സ്പിരിച്വാലിറ്റിയെ കോഫി ബീനാണ് ആവേണ്ടത്, ബാക്കി ആൾക്കാരാണ് ആ സിറ്റുവേഷനിൽ വരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഇനി ഒരു ലൈഫിൽ സ്റ്റേജിൽ പോകുന്നതാണ്. പിന്നെ ഓരോ ആൾക്കാർക്ക് ഓരോ സമയത്തായിരിക്കും. ചില സമയത്ത് എനിക്കിപ്പോൾ തോന്നുന്നു ചിലത് നമ്മൾ കേൾക്കുമ്പം കേൾക്കാതെ തന്നെ ഇരിക്കണം. ഈ സോക്രട്ടീസ് ഇപ്പോഴും 3 ഫിൽട്ടറേഷൻ എടുക്കുമായിരുന്നു. ആക്ച്വലി ഇപ്പം ഞാൻ പറയുന്നതെല്ലാം വേറെ പണ്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത സ്പീച്ചിൽ വരുന്നതല്ല. സഡനായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം ഒരു ഫ്രണ്ട് എന്ന് പറയും, അദ്ദേഹത്തിൻ്റെ മിനിസ്റ്റർ സോക്രട്ടീസിനെ അറിയാറ്, വലിയ ഫിലോസഫറായിരുന്നു. അദ്ദേഹം പറയും, see I am able to hear a very bad allegation about your best friend. അപ്പോൾ സോക്രട്ടീസ് പറഞ്ഞു, wait, are you 100% sure that it is correct? അപ്പോൾ ഫ്രണ്ട് പറയും, ഞാൻ കേട്ടറിഞ്ഞാണ്, മൊത്തം ഞാൻ കണ്ടതല്ല. ശരി, നീ കണ്ടതറിഞ്ഞല്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അത് നല്ലതിനാണോ ചീത്തതിനാണോ ചോദിക്കുക.
സെക്കൻഡ് ഫിൽട്രേഷൻ, നല്ലതിനുള്ളതല്ല ചീത്തയ്ക്കുള്ളതാണ്. ശരി. മൂന്നാമത്തത് നല്ലതിനുള്ളതല്ല, നിനക്ക് ഷുവർ അല്ല, നീ കണ്ടതല്ല, 100% നീ കണ്ടതുമല്ല. തേർഡ് സിറ്റുവേഷൻ, അത് എനിക്കെന്തെങ്കിലും ഗുണം ചെയ്യും. താങ്കൾക്ക് ഗുണമൊന്നുമെല്ലാം ഗുണം ചെയ്യത്തില്ല, സത്യവും അല്ല, പിന്നെ വിശ്വസിക്കാൻ പറ്റുമില്ല, അതും അറിയത്തില്ല. അപ്പം അങ്ങനത്തെ ഒരു കാര്യം ഞാൻ എന്തിനു കേൾക്കാതിരുന്നാൽ പോരെ? പ്ലീസ്, ഐ ഡോണ്ട് വാണ്ട് ടു ലിസൺ ടു ദാറ്റ്. പക്ഷെ അത് പറയാൻ എളുപ്പമാണ്, പക്ഷെ അങ്ങനെയാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ടത്. ചില കാര്യങ്ങൾ എന്താ പറയുക, ഞാൻ ഇപ്പോഴും വിചാരിക്കും ഇറ്റ്സ് ബെറ്റർ ടു ബി ലൈക്ക് ഡെഫ് ആൻഡ് ഡംപ് ഓർ ബ്ലൈൻഡ്. ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കാതിരിക്കുക നല്ലത്. എന്ന് വെച്ചാൽ ആ സമയത്തായിരിക്കും നമ്മൾ കേൾക്കാതിരിക്കുമ്പോൾ നമ്മൾ സക്സസ്സിലോട്ട് പോകുന്നത്. പണ്ട് കൊച്ചിലെ ഞാൻ ഹെലൻ കില്ലറിൻ്റെ ബുക്സ് വായിച്ചിട്ടുണ്ട്. ഹെലൻ കില്ലർ അറിയത്തില്ല, നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അവരെ കണ്ണ് കാണാത്തതും സ്ത്രീയായിരുന്നു. അവരാണ് നമ്മുടെ കുറേ ബ്രൈൽ ലിപിയൊക്കെ കുറേയൊക്കെ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ അവരുടെ സക്സസ് കാണുമ്പോൾ നമ്മൾ ചില സമയത്ത് അങ്ങനെ തന്നെ ആയിരിക്കണം. ഈ ഒരു കാട്ടിൽ കുറേ ഫ്രോഗ്സ് ഉണ്ടായിരുന്നു. ഈ ഫ്രോഗ്സ് അവരിങ്ങനെ ആ ഫോറസ്റ്റ് വഴി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ 2 ഫ്രോഗ് വന്നിട്ട് കിണറ്റിനകത്ത് വീഴും. അപ്പം കിണറ്റല്ല, ഒരു വലിയൊരു കുഴിയിലായിട്ട് വീണ് കിടക്കും. അപ്പം കുഴിയിലെ വീട് കിടക്കുമ്പോൾ ആ ബാക്കി ഫ്രോഗ്സ് എല്ലാം പറയും, അയ്യോ നീ ഒന്നും ചെയ്യണ്ട, ഒന്നും നിനക്ക് ചെയ്യാൻ പറ്റത്തില്ല, നീ ജമ്പ് ചെയ്യണ്ടെന്ന് പറയും. അകത്തിരുന്ന ഫ്രോഗ്സ് മുകളിലോട്ട് വരാൻ ശ്രമിക്കുക, നീ ജമ്പ് ചെയ്യല്ലേ, നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം പറയും, അപ്പോൾ 2 ഫ്രോഗ്സ് പറയും, അയ്യോ ഇല്ല എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല, ഞാൻ ചാടുക എന്ന് പറയും. അപ്പം എല്ലാവരും പറയും, മറ്റേ ഗ്രൂപ്പിലുള്ള ആൾക്കാരെയും, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നീ അകത്ത് വീണു, റെസ്റ്റ് ഇൻ പീസ്, ഡൈ ഇൻ പീസ് എന്ന് പറയും. അപ്പം മറ്റേ ഒരു ഫ്രോഗ് 2 ചാടും, അതിലൊരു ഫ്രോഗ് ചാടിച്ച് അവസാനം തളർന്ന് മരിക്കും. കുറച്ച് നേരം കഴിയുമ്പോൾ അവർ നോക്കുമ്പോൾ ഒരു ഫ്രോഗ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ പിന്നെയും പറയും, നീ ചാടല്ലേ, നീ മുകളിൽ ചേരാൻ, നീ എന്തായാലും നിനക്ക് മരിക്കാൻ വിധിക്കപ്പെട്ടതാണ്, നമുക്ക് ആർക്കും ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ ആ ഫ്രോഗ് താഴേന്ന് മുകളിലോട്ടങ്ങ് വരും. അപ്പം ഈ ഫ്രോഗ്സ് എല്ലാം, നീ ഇങ്ങനെ മുകളിൽ ചാടി, നീ നമ്മൾ പറയുന്നത് കേട്ടില്ലായിരുന്നോ? അപ്പോൾ അവർ മനസ്സിലായില്ല, നമ്മൾ പറയുന്നത് കേട്ടില്ലായിരുന്നു. അപ്പോൾ ആ ഫ്രോഗ് ഇങ്ങനെ വേറെ ആംഗ്യ ഭാഷയിൽ കാണിക്കും, ആക്ച്വലി ഞാൻ ഡെഫാണ്, നിങ്ങളിങ്ങനെ കൈ കൊണ്ട് എന്തൊക്കെ കാണിച്ചപ്പോൾ ഞാൻ വെച്ചാൽ നിങ്ങൾ എനിക്ക് എൻകറേജ്മെൻറ്റ് തന്നതാണെന്ന് പറയും. അത് കാരണം ഞാൻ മുകളിൽ രക്ഷപ്പെട്ടു പോയി. അപ്പോൾ ചില സമയത്ത് ചില സിറ്റുവേഷൻ ഇറ്റ് ഇസ് ബെറ്റർ ടു ബിക്കം ലൈക്ക് ഡെഫ് ആൻഡ് ഡംപ്. ബിക്കോസ് ചിലപ്പം അതായിരിക്കും നമുക്ക് ട്രൂത്തിലോട്ട് കൊണ്ടുപോകുന്നത്. എന്താ പറയുക, അതൊരു എളുപ്പമുള്ള കാര്യമല്ല, പക്ഷേ എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ സിറ്റുവേഷൻ ചില സമയത്ത് വിചാരിക്കുന്നുണ്ട് ഇറ്റ്സ് ബെറ്റർ ടു ബി ലൈക്ക് ദാറ്റ്. എന്നാലും നല്ലതിനല്ലെങ്കിൽ നമുക്ക് കേട്ടിട്ട് എന്തെങ്കിലും ഭാവമുണ്ട്. ചിലപ്പോൾ അത് സത്യമായിരിക്കാം, സത്യമായാലും അതിന് പുറകിൽ വേറെ സത്യം കാണുമെന്ന് എനിക്കറിയാം. ബിക്കോസ് എൻ്റെ സ്വന്തം അനുഭവമായിരുന്നു. വെച്ചാൽ ഈ സാധനം ചെയ്ത് കുറച്ചൊക്കെ ചെയ്യുമ്പോൾ എനിക്കറിയാം മൈ നെഗറ്റിവിറ്റി ഈസ് നെവർ ഗോൺ, അത് ഇനിയും ഉണ്ട്. പക്ഷേ അത് ഓവർകം ചെയ്യാൻ ആ സ്പിരിച്വാലിറ്റിയും ആ സാധനം വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ തന്നെ പൊട്ടിക്കാൻ ചിലപ്പോൾ ദൈവം നമ്മൾ ശ്രമിക്കുമായിരിക്കും. ഒരു പ്രാവശ്യം എന്താ പറയുക, ഇങ്ങനെ പ്രത്യേകിച്ച് ഇനി ചായ കുടിക്കുമ്പോൾ അല്ലെങ്കിൽ ബാത്റൂം പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ദിസ് വേൾഡ് ഡസൻറ്റ് എക്സിസ്റ്റ്, ഗോഡ് ഡസൻറ്റ് എക്സിസ്റ്റ്, there is nothing called good, there is nothing called bad, everything is like your own creation. അങ്ങനെ ഒന്നും സംഭവമേ ഇല്ല, സത്യവുമില്ല അസത്യവുമില്ല, എന്താ പറയുക ഇല്യൂഷൻ ആണെന്ന് കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കാം അങ്ങനെ ഉണ്ടോ. ഈ 2-3 പ്രാവശ്യം ഈ തോട്ട്സ് വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ ടീച്ചർ അമ്മയടുത്തൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ അമ്മയ്ക്ക് അതുകൊണ്ട് വേറെ അനുഭവമായിരുന്നു. ആ ദിവസം ഗുരുജിയുടെ വീട്ടിൽ ദിവസം ഞാൻ പോയി, അദ്ദേഹത്തിന് വീട്ടിൽ 2 സാധകന്മാരുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വൈഡ് റേഞ്ച് വന്നു കൊടുത്തപ്പോൾ ആ സെറ്റ് ആക്ച്വലി ഞാൻ ക്രിയേറ്റ് ചെയ്ത സാധനങ്ങളെല്ലാം പൊട്ടിയെന്നായിരുന്നു സത്യം. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ആക്ച്വലി ആ സംഭവങ്ങൾ ഇദ്ദേഹം പറഞ്ഞത് ശരിയായാൽ എനിക്കും കൊണ്ട് തോന്നണ്ടേ. പക്ഷേ ഞാൻ ആക്ച്വലി അത് ഞാൻ 2-3 ദിവസം കഴിഞ്ഞ് സ്പീക്കിംഗ് ട്രീ എന്നൊരു ഞാൻ ആർട്ടിക്കിൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അത് എൻ്റെ ഓഫീസിലായിപ്പോയി. അതിനകത്ത് വെച്ചിരുന്നത് മൊത്തം ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരുന്നു. ഈവൻ ഭാഗവതത്തിനകത്ത് സ്റ്റാർട്ടിങ്ങിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഇന്ദ്രിയങ്ങൾ ഉണ്ടാകുന്നു, ക്രിയേഷനെ കുറിച്ച് പറയുമ്പോൾ ഇന്ദ്രിയങ്ങൾ തുടങ്ങി, ഇപ്പം ബ്രഹ്മത്തിൽ സ്പന്ദനം ഉണ്ടായി, അപ്പോൾ അവിടെ ഡുവാലിറ്റി വന്നു, ഡുവാലിറ്റിയിൽ പിന്നെയും ഡുവാലിറ്റീസ് വന്നു, മൾട്ടിപ്പിൾ ഡുവാലിറ്റീസ് വന്നു. അങ്ങനെ വന്നപ്പോൾ എനിക്ക് സൃഷ്ടി തന്നെ ഉണ്ടായത്. അപ്പം അങ്ങനെയുള്ള സൃഷ്ടിക്കകത്ത് നമുക്ക് ഈ കുറേ മായ കയറി വന്ന് ഓബ്വിയസ്ലി നമ്മൾ പോലും കൺഫ്യൂഷൻ ആവും. എന്തായാലും നമ്മൾ ശങ്കരാചാര്യരല്ലല്ലോ. പക്ഷെ ആ ഫെയ്ത്ത് നമ്മൾ പിടിച്ചു വയ്ക്കണം. അതാണ് എനിക്ക് ഇപ്പോഴും ഞാൻ അതാലായിരിക്കും, ഫെയ്ത്ത് പിടിച്ചു വയ്ക്കുക. ബിക്കോസ് ആര് വന്നാലും ശരി, ഇപ്പം മേ ബി ലൈക്ക് സമ്മൺ സേ കൃഷ്ണ ഡസൻറ്റ് എക്സിസ്റ്റ്, മേ ബി കൃഷ്ണ ഡസൻറ്റ് എക്സിസ്റ്റ്. ഇപ്പം തന്നെ നേരത്തെ ഒരു അലിഗേഷൻ ഉണ്ട്, ഇതുണ്ടായിരുന്നല്ലോ, ഡാൻ ബ്രൗണിൻ്റെ നോവൽസ് ആരെങ്കിലും വായിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ ഡാൻ ബ്രൗണിൻ്റെ നോവൽ? ഇപ്പം എന്തായിരുന്നു ആ മൂവീൻ്റെ പേര്, ഈ ക്രൈസ്റ്റിനെ കുറിച്ചൊക്കെ ഇതുണ്ടായിരുന്നു, കല്യാണം കഴിച്ചു അദ്ദേഹത്തിന് കുഞ്ഞുണ്ടായി, സാറ എന്ന് പറഞ്ഞ
മൂവിയുടെ പേര് മറന്നുപോയി. ദ ലോസ്റ്റ് സിമ്പിളോ പേര്, ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. എന്തായിരുന്നു ആ മൂവിയുടെ പേര്? ഡാൻ ബ്രൗൺ. മൂവിയുടെ പേര് എന്തായിരുന്നു? ദ ഡാവിൻസി കോഡ്. ദ ഡാവിൻസി കോഡ്. അപ്പം അതിനകത്ത് ആ നോവൽ ആക്ച്വലി ഞാൻ ആ നോവൽ ഒരു ദിവസം കൊണ്ട് വായിച്ചു തീർക്കാം. അപ്പം അതിനകത്ത് കുറേ ആ നോവൽ പ്രൂഫോടെയാണ് കാണിക്കുന്നത്. ആക്ച്വലി ക്രൈസ്റ്റ് കല്യാണം കഴിച്ചെന്ന് തന്നെ വിചാരിക്കട്ടെ, കുഞ്ഞിനെ ഉണ്ടായില്ല. വാട്ട്സ് റോങ് ഇൻ ദാറ്റ്? ഇപ്പോൾ ക്രിസ്ത്യൻസ് പറയുന്നു ഓക്കെ ക്രൈസ്റ്റ് ഇസ് നോട്ട് മാരീഡ്, അല്ല ക്രൈസ്റ്റ് വാസ് നോട്ട് മാരീഡ്, ലെറ്റ് ഹിം ഹാവ് എ ഫാമിലി ലൈഫ്. ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് he is not having a spiritual content. He is having, because his speech, അദ്ദേഹം പറഞ്ഞ സ്പീച്ചിൽ കാണുന്നുണ്ട്. ചില നാഗസന്യാസന്മാരെ കാണിക്കുന്നത് കണ്ട് നമുക്ക് ഹൈലി സ്പിരിച്വൽ ഇതായിരിക്കും, പക്ഷെ അവർ കാണിക്കുന്നത് കണ്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. വി വിൽ തിങ്ക് അയ്യോ ഇതെന്താ ഇത് ചെയ്യുന്നത്, നമ്മുടെ ജീവിതത്തിൽ കൂടെ അക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ അവർ എന്തെങ്കിലും ഒരു കാരണം കാണും, എന്തെങ്കിലും കാരണമല്ല അവരങ്ങനെ ചെയ്യത്തില്ല. പക്ഷെ നമുക്കെല്ലാവർക്കും ഓരോ രോഗങ്ങളാണ്, ഓരോ രോഗം അനുസരിച്ച് നമുക്ക് ഓരോ മരുന്ന് കിട്ടുന്നത്. ആ ഡോക്ടർ നമുക്ക് തരും. പക്ഷെ നമ്മൾ മരുന്ന് മാറിക്കഴിച്ചാലായിരിക്കും പ്രശ്നങ്ങൾ വരുന്നത്. നമുക്ക് ആ ഡോക്ടറിനോട് വിശ്വാസം പോകും. ആ ഡോക്ടറിനുള്ള വിശ്വാസം, അപ്പം ഡോക്ടർ തന്ന മരുന്ന് കറക്റ്റ് അല്ല. അത് ഡോക്ടർ തരുന്ന മരുന്നിൻ്റെ പ്രശ്നമാണോ അതോ നമ്മുടെ വിശ്വാസ കുറവാണോ ഒന്നും അറിയില്ല. ചിലപ്പോൾ ഈ സ്പിരിച്വാലിറ്റി നമ്മൾ റേസ് ആയിട്ട് കാണുവാണ് എല്ലാവരും. അപ്പം ആക്ച്വലി ഈ സിറ്റുവേഷൻ ചിലർക്ക് എന്താ പറയുക, നമുക്കെല്ലാ ചില സാധകന്മാർക്ക് എന്താ പറയുക മന്ത്രദീക്ഷ കിട്ടിയിട്ടുണ്ട്, ചിലർക്ക് കിട്ടിയിട്ടില്ല. അപ്പം ഇപ്പം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ താഴ്ന്നിരിക്കുന്നൊന്നുമില്ല. പക്ഷെ എനിക്കറിയാം ഗുരുജി ചില എൻ്റെ ഒരു ഫ്രണ്ടിന് റൂംമേറ്റിന് കൊടുത്തിട്ടുണ്ട്. അവൻ സാധനയും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ചിലവർ കൊടുത്തത് ചിലവർ പ്രാക്ടീസ് ചെയ്യുന്നുമില്ല. നമ്മളെല്ലാവരും ഏകലവ്യനെ പോലെ ആവാമല്ലോ. ഏകലവ്യൻ ആ ഒരു വിശ്വാസത്തോടെയാണ് എല്ലാം ചെയ്തത്. അപ്പോൾ ഗുരു തന്നെ അവനെ ചതിച്ചു. ആക്ച്വലി നിങ്ങൾക്കറിയാമോ ഏകലവ്യൻ്റെ കഥ? ഗുരുവിനെ അറിയാമായിരുന്നു അദ്ദേഹം ശ്രേഷ്ഠനാണ്, പക്ഷെ അവൻ്റെ ശ്രേഷ്ഠതയെ ആ ഗുരു എടുത്തു. പക്ഷെ എന്നിട്ട് അവൻ്റെ ഫെയ്ത്ത് അവൻ മാറ്റിയിട്ടില്ല. അവനല്ലെങ്കിൽ ഏകലവ്യന് ഹി കുഡ് ഹാവ് ബിക്കം മോർ എന്താ പറയുക സ്ട്രോങ്ങർ ആൻഡ് മോർ പവർഫുൾ ദാൻ അർജുന. പക്ഷെ അവൻ്റെ ഫെയ്ത്ത് ഉണ്ടല്ലോ, അത് ആർക്കും മാറ്റാൻ പറ്റും. അത് ഗുരുവിനെ മാറ്റാൻ പറ്റത്തില്ല, ആർക്കും മാറ്റാൻ പറ്റത്തില്ല. ആ സ്റ്റോറി എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല. ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞത് അതിനകത്ത് ആ ഗുരു തന്നെ ശിഷ്യനെ ചതിക്കാൻ നോക്കും, പക്ഷെ ആ സമയത്തായിരിക്കും ദേവി ഒന്ന് രക്ഷിക്കുന്നത്. അപ്പം നമുക്കും ആ ഒരു ഫെയ്ത്ത് വേണം ആ ദൈവത്തിനോടെയും ആ നോളജിനോടെയും ഗുരുവിനോടെയും എല്ലാം. somehow or other some allegation will come, it will come. പക്ഷേ എന്താ പറയുക, വി ഹാവ് ടു കോപ്പ് വിത്ത് ദാറ്റ്. ബിക്കോസ് ഇതൊരു എന്താ പറയുക, ഇതൊരു റേസ് അല്ലല്ലോ. നമ്മളെല്ലാവരും റേസിലിരിക്കുകയാണ് എല്ലാവരും. എവ്രി വൺ ഈസ് ബിഹൈൻഡ് എ റേസ്. നമ്മൾ ഈ ജീവിതത്തിൽ നിന്ന് ഓടിപ്പിടിച്ചാൽ നമ്മൾ ഇവിടെ വരുന്നു. പക്ഷെ ഇവിടെയും നമുക്ക് റേസ് കാണാം. ഐ വാണ്ട് ടു ബിക്കം ഫസ്റ്റ്, ഐ വാണ്ട് ടു ബിക്കം ദിസ്. ഒരു ഗ്രാമത്തിൽ ഒരു കൊച്ചു പയ്യനുണ്ടായിരുന്നു. അവൻ ഇപ്പോഴും ഈ ഓട്ടത്തിൽ ഇപ്പോഴും ഫസ്റ്റായിരുന്നു. ഏത് ഓട്ടത്തിൽ പോയാലും അവൻ ഇപ്പോഴും ഹി വിൽ മേക്ക് ഷുവർ ദാറ്റ് ഹീ ഈസ് ഓൾവേസ് വിന്നിങ് ദ റേസ്. ഒരു പ്രാവശ്യം ഒരു വൈസ്മാൻ, ഒരു ഗുരുവായിട്ട് എടുക്കാം, അദ്ദേഹം വന്ന് ഈ പയ്യൻ്റെ ഇത് കണ്ടു. അപ്പം പറഞ്ഞു നിനക്കൊരു റേസ് കൂടെ എടുക്കാം തീർച്ചയായിട്ടും എന്ന് പറഞ്ഞു. അപ്പം 3-4 പ്രാവശ്യം, 2-3 പ്രാവശ്യത്തിൻ്റെ റേസ് എല്ലാം ജയിച്ചു. ആൾക്കാരൊക്കെ ഭയങ്കര കൈയടിയൊക്കെ ആയിരുന്നു. അപ്പം ഈ റേസ് വെച്ചു. അപ്പോൾ ഗുരു 2 പേരെ കൊണ്ടുപോയി. അപ്പോൾ ഇത് കണ്ട് പയ്യൻ പറഞ്ഞു, ഇവരാണോ, ഇവരോടെങ്കിൽ സുഖമായിട്ട് ജയിക്കാൻ പറ്റും. അപ്പോൾ ശരി, ഓൺ യുവർ മാർക്ക് ഗെറ്റ് സെറ്റ് ഗോ എന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്കാരെല്ലാം ഇരിക്കുകയാണ്. അപ്പോൾ അയാൾ 10 മിനിറ്റ് കൊണ്ട് അപ്പുറത്തങ്ങ് എത്തി. തിരിഞ്ഞു നോക്കിയപ്പോൾ ആൾക്കാരും കൈ അടിക്കുന്നില്ല. എന്താ പറ്റിയ? ആ 2 പേര് ഇവിടെ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്ത് അവരവിടെ തന്നെ നിൽക്കുക. നോക്കിയപ്പം ഈ 2 പേരിൽ ഒരാൾ കണ്ണ് കാണാൻ പറ്റാത്ത വ്യക്തിയായിരുന്നു. രണ്ടാമത്തെ ആൾ ഷി വാസ് എ വെരി ഓൾഡ് വുമൻ, ഒരു നടക്കാൻ വയ്യാത്തൊരു സ്ത്രീയായിരുന്നു. അപ്പോൾ വൈസ്മാൻ പറഞ്ഞു, കം യു ഹാവ് ടു ബിഗിൻ ദ റേസ് ഫ്രം ദ ബിഗിനിങ്. നീ പിന്നെയും വരാൻ പറഞ്ഞു. നീ ഈ പ്രാവശ്യത്തെ റേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 3 പേരും അവരെ ആ ലെവലിൽ നീ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അത് പറ്റുന്ന കാര്യമല്ലല്ലോ, എളുപ്പമല്ലല്ലോ. കണ്ണുവട്ടനും നടക്കാൻ വയ്യാത്തൊരു സ്ത്രീയെയും കൊണ്ട് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യണം. അവന് അത്രയും പേഷ്യൻസ് വേണം ചെയ്യാൻ. ശേഷൻ അവിടെ കൊണ്ടുപോയ ശേഷം അവന് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം ഗുരു ചോദിച്ചു, ഇവിടെ ആരാ ജയിച്ചു, നീ ജയിച്ചോ? അവൻ പറഞ്ഞു, എനിക്കറിയില്ല എന്താ പറയാൻ, ഭയങ്കര സന്തോഷം തോന്നുന്നു. സ്പിരിച്വാലിറ്റി അങ്ങനത്തെ ഒരു അനുഭവമാണ്. ഇറ്റ്സ് ലൈക്ക് റേസ് അല്ല, ഇപ്പം നമ്മുടെ സ്വന്തം അനുഭവമാണ് അത്. അപ്പം അതിനെ പോലും നമ്മൾ താഴ്ത്താൻ പല ആൾക്കാർ പല രീതിയിൽ ശ്രമിക്കുമായിരിക്കും. പക്ഷേ എന്ത് വന്നാലും ശരി, വി ഷുഡ് ബി സ്ട്രോങ്. ഇറ്റ്സ് നോട്ട് എ റേസ്. അപ്പോൾ എനിക്ക് തന്നെ എന്താ പറയുക, ഗുരുജി പണ്ട് പറയുന്നത് നിനക്ക് പഞ്ചലോകം പറ്റത്തില്ല, അത് പറ്റത്തില്ല, ഇത് പറ്റും. പക്ഷേ എനിക്ക് തോന്നിയപ്പോൾ പറ്റും. എനിക്ക് അങ്ങനെ പറ്റത്തില്ല എന്ന് തോന്നാറില്ല. ബിക്കോസ് ഇറ്റ്സ് യുവർ ഓൺ ക്രിയേഷൻ, യു കനോട്ട് ഡു ഇറ്റ്. ഇഫ് യു ഹാവ് ഫെയ്ത്ത് ഇൻ മൈൻഡ്, ഇഫ് യു ഹാവ് ഫെയ്ത്ത് ഇൻ യുവർ ഗോഡ്, who can say stop? No one can stop you. No one can stop. ഇപ്പോഴും ഗുരുഗീതയിൽ ശിവൻ പാർവതിയിട്ട് പറയുന്നുണ്ട്, എന്നെ കുറ്റം പറഞ്ഞാലും ശരി,
If someone is saying bad about Guru, he will never get the Parabrahman. Maybe the Guru is wrong, because 5 to 6 years, even Vivekananda he tested his Guru like anything. പക്ഷെ അവസാന നിമിഷവും അദ്ദേഹം ഒരു പ്രാവശ്യം വന്ന് മടി കടക്കുമ്പം വിവേകാനന്ദൻ്റെ മടിയിലാണ് അദ്ദേഹം കടക്കുമ്പം ഇദ്ദേഹം ചോദിക്കും, അയ്യോ വയ്യാതിരിക്കുകയാണ്, ഇങ്ങനെയൊക്കെ ലെപ്രസി പോലെ ഇരിക്കുന്നത്, ഇത്രയും വലിയ കാളിദേവിയെ കണ്ട ആള് ഇങ്ങനെ ഇരിക്കുന്നു, അദ്ദേഹം എന്ത് ഗുരു തന്നെ, അദ്ദേഹം ആ ഡിവിനിറ്റി തന്നെയാണോ, ഇദ്ദേഹം എന്തോ ഇങ്ങനെ ഇരിക്കുന്നത്? അപ്പം രാമകൃഷ്ണൻ നോക്കിയിട്ട് പറയും, വിവേകാനന്ദൻ ഇപ്പോഴും എന്നെ മനസ്സിലായില്ലല്ലേ. അപ്പം ആലോചിച്ച് ആ ലെവൽ വരെ ഗുരു ടെസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പം ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഫോർ എവ്രി വൺ, എല്ലാവർക്കും അത് വരും. ഇറ്റ്സ് ഫ്രം മൈ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. ബിക്കോസ് എനിക്കിപ്പോഴും ഈ സിറ്റുവേഷനിൽ ഓർമ്മ ഗുരുജി പണ്ട് പറഞ്ഞൊരു സ്റ്റോറിയായിരുന്നു, അതെല്ലാവർക്കും അറിയാം. ലൈക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗുരു അവസാന നിമിഷം മാത്രം ഒരു പയ്യന് മാത്രമേ ആ ഗുരുവിനെയും ദൈവത്തിനെ കാണാൻ പറ്റത്തുള്ളൂ. ആ സമയം വരെ എല്ലാവരെയും അലിഗേഷൻസും ഒക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയാണ് നമ്മളെല്ലാവരും. പിന്നെ ഈ വർഷത്തെ വേറെ അനുഭവം എന്ന് വെച്ചാൽ ഇതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ അനുഭവം. പിന്നെ 3 വർഷം തുടങ്ങിയ വിഷ്ണു സഹസ്രനാമം അത് ഈ മാർഗഴി മാസം ജാനുവരി തന്നെ തീർന്നു. ഇറ്റ്സ് ലൈക്ക് ഒരു യജ്ഞം പോലെയായിരുന്നു. എല്ലാ ദിവസവും കണ്ടിന്യൂസ്, എല്ലാ ദിവസവും വന്ന ഉടനെ അതാ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഒരാഴ്ച ആയെന്ന് തോന്നുന്നു, 4-5 ദിവസം നിന്നത്. അപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ചെറിയ വിഷമമുണ്ട്. പിന്നെ എന്താ പറയുക, 5 വർഷം മുമ്പ് എനിക്കൊരു ബുക്ക് തന്നായിരുന്നു, പ്രഭുപാദർ ഇസ്കോൺ ഫൗണ്ടറിൻ്റെ ഒരു ബുക്ക്. അപ്പോൾ അത് വായിച്ചപ്പോൾ എനിക്ക് കുറേയൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ കുറേയൊക്കെ റിലേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം 70 ഇയേഴ്സിലായിരുന്നു ഈ കൃഷ്ണ കോൺഷ്യസ് സ്പ്രെഡ് ചെയ്യാൻ നോക്കി. പക്ഷെ കുറേ ആൾക്കാർ കുറ്റം പറഞ്ഞു. ആക്ച്വലി അതിനെ പറഞ്ഞ് ഒരു മൂവി തന്നെ ഇറക്കി, ഹരേ കൃഷ്ണ ഹരേ രാമ എന്ന് പറഞ്ഞ ഹിന്ദി മൂവി, ദമ്മാറോ ദം എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഹിന്ദി മൂവി, ഫേമസ് മൂവിയാണ്. അതിനകത്ത് എന്തായിരുന്നു, ഇസ്കോൺകാർ അവിടുത്തെ ഗുരു ഈസ് എൻകറേജിങ് ടു യൂസ് ഗാഞ്ച, അത് പറഞ്ഞുണ്ടായി. പക്ഷെ ചിലവർക്ക് ഇത് മനസ്സിലാവത്തുള്ളൂ. അതങ്ങനെ സ്പ്രെഡ് ചെയ്തു. അത് ആക്ച്വലി പറയുന്ന അവിടുത്തെ ശിഷ്യന്മാർ തന്നെ അതിനെ കൊളവാക്കിയെന്നവരാണ്. എന്ന് പറഞ്ഞാൽ ആ പ്രഭുപാദറിൻ്റെ വിശ്വാസം, ആ കൃഷ്ണൻ്റെ വിശ്വാസം അറിയുന്ന ആൾക്കാർ ഒരിക്കലും വിട്ടിട്ടില്ല. ഇപ്പോഴും എൻ്റെ വൈഫിനും ഷീ ഡസൻറ്റ് ബിലീവ് ഇൻ അമൃതാനന്ദമയി. അവരുടെ ഫാമിലി ബിലീവ് ചെയ്യുന്നില്ല. ബിക്കോസ് ദേ സേ ദാറ്റ് ഷീ യൂസ് ഡ്രഗ്സ്. എനിക്ക് അമൃതാനന്ദമയുടെ ചെറിയ അനുഭവമുണ്ട്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാം കറക്റ്റ് ആവണമെന്നില്ല. ദെയർ കുഡ് ബി സംതിങ് ബിഹൈൻഡ് ഓർ ബിയോണ്ട് അവർ ഇമാജിനേഷൻ. ബിക്കോസ് എന്താ പറയുക, സ്പിരിച്വാലിറ്റി ഈസ് ബിയോണ്ട് അവർ ഇമാജിനേഷൻ ആൻഡ് വി ക്യാൻ നെവർ അണ്ടർസ്റ്റാൻഡ് ഗുരു ഓർ ഗോഡ് ഇൻ വൺ ഡേ. ഇറ്റ് വിൽ ടേക്ക്. എന്തായാലും എന്താ പറയുക, ഇപ്പോഴും നമുക്ക് ഈ ക്രിസ്ത്യൻസ് പറയുമ്പോൾ, കൃഷ്ണൻ എന്ന് പറയുമ്പോൾ എന്താ പറയണേ, ഹി വാസ് എ പ്ലേ ബോയ്. പക്ഷെ നമുക്കറിയുന്ന നമ്മൾ പ്ലേ ബോയ് എന്ന് പറയുമോ? യു വിൽ നെവർ സീ ദാറ്റ് ഹി ഈസ് എ പ്ലേ ബോയ്. ഹി വാസ് നെവർ എ പ്ലേ ബോയ്. കുറേ ആൾക്കാർ പറയും ഹി വാസ് സംതിങ് എൽസ്. He was roaming around so many guys. But who was Krishna? If a Krishna was a person like this, do you think he can ever say Bhagavad Gita? Who says, no, I am a brahmacharya? He was with all the gopikas. He was allare ketti pidikku umma kodukkuvairunnu, but he was still a brahmacharya because he was beyond the mind, the body and the soul. അപ്പോൾ അങ്ങനത്തെ ഒരു കൃഷ്ണനെ നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ ആ കൃഷ്ണനെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. സത്യം പറയാം, ഇപ്പം തന്നെ വി ഷുഡ് ബിക്കം ലൈക്ക് ഡെഫ് ആൻഡ് ഡം. ബിക്കോസ് സോക്രട്ടീസ് പറഞ്ഞ കാര്യം ആക്ച്വലി ഞാൻ പ്രിപ്പയർ ചെയ്തതിന് അത് വന്നില്ല, പക്ഷേ സോക്രട്ടീസ് പറഞ്ഞ കാര്യമായിരുന്നു ലൈക്ക് ഇറ്റ്സ് ബെറ്റർ ടു ബിക്കം എ ഡെഫ് ആൻഡ് ഡം. ബിക്കോസ് ചില സമയത്ത് നമുക്ക് അതാണ് കറക്റ്റായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ അനുഭവം. ഇതും പിന്നെ എല്ലാ പ്രാവശ്യം എനിക്കറിയാം ഐ എം കമ്മിങ് ഡൗൺ. എൻ്റെ മൈൻഡ് ഇപ്പോഴും ഡൗൺ ആയിട്ട് വരും. പക്ഷേ ഓരോ സമയത്ത് വരുമ്പോഴും എന്താ ഒരു ഫെയ്ത്ത് ഉണ്ട്. നാരായണൻ്റെ ഫെയ്ത്ത്, അദ്ദേഹം എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ആ ഫെയ്ത്ത് ആണ് ചെറിയതായിട്ട് 10-15 മിനിറ്റ്സ് ഐ എം ഡൂയിങ് ഇറ്റ്. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരിയെങ്കിലും മുന്നോട്ട് പോകുന്നതെന്ന് തോന്നുന്നു. പിന്നെ ബാക്കിയെല്ലാം ഭഗവാന്റെ എന്താ പറയുക ഇതാണ്. ചില കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കേൾക്കുന്നുമുണ്ട്, പ്രവർത്തിക്കുന്നുമുണ്ട്. പക്ഷേ ഞാൻ എന്നെ ടെസ്റ്റ് ചെയ്യാൻ നോക്കാറുണ്ട് ചില സമയത്ത്. എൻ്റെ സോളിനെ, എൻ്റെ ഇന്ദ്രിയങ്ങൾ എനിക്ക് മൊത്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ആ ഫെയ്ത്ത് ഉള്ളത് കാരണം എനിക്ക് ഇച്ചിരിയെങ്കിലും ഓവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ലാസ്റ്റ് തീർത്തുന്ന പിന്നെ ചെറിയൊരു സ്റ്റോറി പറയാം. ഇതിനെ ഈ ഇടയ്ക്ക് വായിച്ച ഇതിൽ നമ്മൾ ആരാണ് നമ്മൾ കണ്ടുപിടിക്കണം. ഇതിൽ 2 കഥാപാത്രങ്ങളാണ് മെയിനായിട്ടുള്ളത്. ഹൂ യു ആർ. ഇതിലെല്ലാവർക്കും ഉണ്ടാവും. ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു. അവർ പുതിയൊരു ഫ്ലാറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. രാത്രിയെല്ലാം സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചു. എല്ലാം കഴിഞ്ഞ് രാവിലെയായി. അവർ ഡൈനിങ് ടേബിളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു.
ആൻഡ് ദേ വർ റെഡി ടു ഹാവ് ദ കപ്പ് ഓഫ് ടീ ആൻഡ് ബ്രെഡ് ആൻഡ് ബട്ടർ. ഭാര്യ വന്നിരുന്നു, ഭർത്താവ് വന്നിരുന്നു, ചായ കുടിക്കാൻ തുടങ്ങി. അവരിന്ന് ഇരിക്കുന്ന സമയത്ത് അവരുടെ ജനലിൽ കൂടെ ആ ഭാര്യ ഇങ്ങനെ കാണുവാണ്. അവർക്ക് കഴിച്ചോണ്ടിരിക്കുന്ന ജനലിൽ കൂടെ കാണാം. അപ്പോൾ ഭർത്താവിനോട്, നോക്ക് ഭർത്താവേ, നമ്മുടെ നെയ്ബേഴ്സ് കണ്ട ഇത്രയും വൃത്തിയായിട്ട് അത് ഇതിൻ്റെ ലോകത്ത് അങ്ങ് കാണത്തില്ല. ഭർത്താവ് പറഞ്ഞ് എന്ത് പറ്റി, നോക്ക് അവർ കാണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവരുടെ തന്നെ അവർക്ക് എനിക്ക് തോന്നുന്നു ഇത്രയും നല്ല ഇത്രയും 21st സെഞ്ചുറിയായി അവർക്കൊരു നല്ലൊരു വാഷിംഗ് പൗഡർ എടുത്ത് നല്ലൊരു തുണി കഴുകും. അവർ തുണി വലിക്കുന്ന തുണി കണ്ട ഒരു വൃത്തിയേ ഇല്ല. അവർക്ക് ഇത്രയും, എനിക്കൊന്നും അവർ TV പരസ്യമൊന്നും കാണാറില്ല. സർഫ് എക്സലൊക്കെ എന്തൊക്കെ കിടപ്പുണ്ട്. അവർക്ക് നല്ല തുണി എടുത്ത് വരും, നല്ല സോപ്പ് ഓർഡർ വെച്ചിട്ട് അവർക്ക് ആ തുണി കഴുകിക്കൂടെ. അവരിട്ടേക്കുന്ന ഡ്രസ്സ് നോക്ക്, അതും വലിയ വൃത്തിയൊന്നുമില്ല. ഭർത്താവ് അത് കണ്ടിട്ട് അതൊക്കെ പോട്ടെ, നീ ഇതിന് അതൊക്കെ നോക്കാം, നമുക്ക് നമ്മുടെ കാര്യം നോക്കാം, അവരെന്തോ ആയിക്കോട്ടെ. അപ്പം ഭാര്യ പറയുന്നു, ഇങ്ങനത്തെ ഈ ആൾക്കാരടുത്ത് പരിചയപ്പെടാതിരിക്കുന്നതല്ലേ നല്ലത്. നമ്മളെന്തിനാ വരെ, ഞാനാണെങ്കിൽ വന്ന് കയറിയതേ ഉള്ളൂ, നമുക്ക് അവരൊന്ന് പരിചയപ്പെടാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കണ്ടപ്പം വേണ്ട, എനിക്ക് വയ്യ, നമുക്ക് നമ്മുടെ ചായം കുടിക്കാമെന്ന്. അടുത്ത ദിവസം അത് ഒരു 8:30 ആയപ്പോൾ അവരവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ ചായ കുടിക്കാൻ പോയപ്പോൾ ഭാര്യ പറഞ്ഞിട്ട്, പിന്നെ ആ സ്ത്രീക്ക് ഈ സമയത്ത് തുണി വിരിക്കാൻ സമയമുള്ളൂ. അവർക്കൊന്നും ഇന്നലെയും അഴുക്ക് തുണിയായിരുന്നു, ഇന്നും അഴുക്ക് തുണിയായിട്ടേക്കുന്നത്. എന്തെങ്കിലും അവർക്ക് ആ ചേഞ്ച് വരുത്തിക്കൂടെ. എനിക്ക് ദേഷ്യം വരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഭർത്താവ് നീ ഇനി ജനലിൽ കൂടെ നിന്നെ നോക്കുന്നത്, നീ നിനക്ക് നിന്നെ ബ്രെഡിൽ നോക്കിക്കൂടെ എന്ന് ചോദിച്ചു. 3-ാമത്തെ ദിവസം അത് തന്നെ സംഭവിച്ചു. 4-ാമത്തെ ദിവസം അവർ എന്താ പറയുക, അതേ ടേബിളിലിരുന്നു, ബ്രെഡ് ആൻഡ് ബട്ടർ കഴിക്കാൻ തുടങ്ങി, ചായ കുടിക്കാൻ തുടങ്ങി. ഭർത്താവ് നോക്ക് എന്താ മറിമായം, അവർക്ക് ആരോ നല്ല സർഫ് എക്സൽ വാങ്ങിക്കാൻ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. നോക്ക് എന്ത് വൃത്തി അവരുടെ തുണി നല്ല ഭംഗിയുണ്ട്, അവരുടെ ആ വിരിക്കുന്ന തുണിക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട്, അവർ നല്ല കുളിച്ച് വൃത്തിയായിരിക്കുകയാണെന്ന് തോന്നുന്നു. ഏത് മനുഷ്യനാണോ എന്ന് അവർക്ക് സർഫ് എക്സലിനെ കുറിച്ചും ഏരിയലിനെ കുറിച്ചും പറഞ്ഞു കൊടുത്ത്, അതുകൊണ്ടാണല്ലോ അവർ ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എങ്കിൽ? അപ്പോൾ ഭർത്താവ് പറഞ്ഞു, ആക്ച്വലി ഒന്നുമില്ല, ഞാൻ ഇന്ന് 1 മണിക്ക്, നീ എണീക്കുന്ന 1 മണിക്കൂർ മുമ്പ് എണീറ്റു, ആ ജനൽ നന്നായിട്ടൊന്ന് തുടച്ചു എന്ന് പറഞ്ഞു. ഹരേ കൃഷ്ണ. അത് അവർ ജനലിൽ കൂടിയല്ലേ നോക്കുന്നത്, ആ ജനലായിരുന്നു അഴുക്കായിരുന്നു. അത് ആക്ച്വലി മനസ്സിലാകാൻ എനിക്ക് അറിഞ്ഞില്ല. അവർ ജനലിൽ കൂടെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അവരുടെ ജനലേ വൃത്തിയില്ലായിരുന്നു. അത് കാരണം കാണുന്നതെല്ലാം വൃത്തികേടായിട്ട് അവർക്ക് തോന്നും. അപ്പം നമ്മൾ ആ സ്ത്രീയാണ്, ഭർത്താവ് നമ്മുടെ ഇൻ്റലിജൻസ് ആണ്. അപ്പം അത് നമ്മൾ തന്നെ നോക്കണം. നമുക്കുണ്ടായ 1 വർഷത്തെ അനുഭവങ്ങൾ പറയുമ്പോഴേ നമ്മുടെ ഗുരുവിനെ അനുസരിക്കാതെ പോയ 1 വർഷമെന്ന് തന്നെ പറയാം. കാരണം അതിൻ്റെ ബലം ശരിക്കും വന്നത് നെഗറ്റീവായിട്ടല്ല, പോസിറ്റീവായിട്ട് തന്നെ. അതാണ് അതിന് നമുക്ക് ബലം കിട്ടി, അത് പോസിറ്റീവായിട്ട് തന്നെ കിട്ടി. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഭൗതികതയിൽ അഭിവൃദ്ധി ഉണ്ടായി, ആത്മീയതയിൽ താഴേക്ക് പോയി. ആത്മീയതയിൽ താഴേക്ക് പോയെന്ന് പറഞ്ഞാൽ സാധനം മുടങ്ങി പുസ്തകം എടുത്തു വെച്ചാൽ അവസാനം വരി എവിടെ എത്തും, എപ്പോൾ എത്തും, അതായിരുന്നു മുന്നോട്ടുള്ള ഇത്. തുടങ്ങുമ്പോഴേ ഗുരുപാതകം ഇടുമ്പോഴേ തീരാറായോ എന്നുള്ള ഒരു ഇതിലേക്ക് പോകുന്നു. ഗീത എടുത്തു വയ്ക്കുമ്പോഴേ എപ്പോൾ തീരും അധ്യായം, എത്ര ശ്ലോകമുണ്ട്, ആ അവസ്ഥയിൽ നിന്നും ഒരു 2 മാസം 1.5 മാസം എന്ന് പറയാം. ഒരു 1.5 മാസത്തിന് ശേഷം ഇപ്പോൾ അടുത്ത 1.5 മാസം, ലാസ്റ്റ് 1.5 മാസം, ഈ 1.5 മാസം സാധന ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഗുരുപാതകം നീണ്ടുപോയാലും കുഴപ്പമില്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് വരാൻ തുടങ്ങി.
പുസ്തകം ഗീത ഒരു അധ്യായം വായിക്കാൻ ബുദ്ധിമുട്ടിയെടുത്തു വന്ന് 3 അധ്യായം വായിക്കാനുള്ള ഒരു ചിന്തയിലേക്ക് വന്നു. ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ ചിലപ്പോൾ ഇഷ്ടപ്പെടുമ്പോഴോ അല്ലെങ്കിൽ ഗുരു പറയുമ്പോഴോ നമുക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ചിന്തകൾ അല്ലെങ്കിൽ സാധന നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ നമ്മൾ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നോട്ട് തന്നെ പോകൊണ്ടിരിക്കും. പക്ഷെ നമ്മുടെ ഉള്ളിൽ എപ്പോഴെങ്കിലും തോന്നും നമ്മളെ പോക്ക്. അപ്പോൾ നമുക്ക് പോസിറ്റീവ് കിട്ടിയപ്പോൾ നമ്മൾ ആ പോസിറ്റീവിൽ തന്നെ പോയിരുന്നുവെങ്കിൽ എവിടെ എത്തുമെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. കാരണം നമ്മൾ ഗുരുവിനോട് തന്നെ അടുത്ത ദിവസം ചോദിച്ചൊരു ചോദ്യമാണ്, നമ്മുടെ ബിസിനസ്സിൽ കുറേ വളർച്ച കൂടുന്നു, നമുക്ക് ടെൻഷൻ ഉണ്ടാകുന്നു, ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ സാമ്പത്തിക വളർച്ചയായാലും ഇങ്ങനെ. അപ്പോൾ ഗുരു പറഞ്ഞ് പോന്ന പോലെ പോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ടെൻഷൻ നമ്മൾ അതും ചിന്തിക്കണം, നമ്മുടെ വളർച്ചയും നമ്മൾ കൺട്രോൾ ചെയ്യണം. ഒരുപാട് വളർച്ചയ്ക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപാട് മാനസിക പ്രശ്നങ്ങളെ നമ്മൾ നേരിടേണ്ടി വരും. അപ്പോൾ ആ അവസ്ഥയിൽ നമുക്കുണ്ടായ ഇതിനുണ്ടായ ഒരു വലിയ അനുഭവമാണ്. അതുപോലെ തന്നെ നമ്മൾ ഗുരുവിനെ പറ്റി നമ്മൾ മറ്റുള്ളവരോട്, അതായത് ഗുരുവിനെ പറ്റി മനസ്സിലാക്കാത്തതായ പുറമേ ഉള്ള നമ്മളോട് ഇപ്പം തന്നെ ഒരുപാട് പേര് നമ്മളിവിടെ വരും, ഗുരുവിൻ്റെ അമ്മ, അരവിന്ദൻ്റെ അച്ഛൻ, ഇങ്ങനെ നമ്മുടെ സാധനയിൽ ഗുരുവിനെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ടോ എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, ഇല്ലെങ്കിൽ നമ്മളൊരു ഇത് പറയാം, ഒരു അനുഭവ കഥ. അത് പറഞ്ഞു തുടങ്ങുമ്പോഴെന്ന് പറഞ്ഞാൽ സത്സംഗ ഗ്രൂപ്പിൽ നമ്മൾ സ്വാഭാവികമായിട്ടും സാധകർ തമ്മിൽ അങ്ങോട്ട് ഇങ്ങോട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും സംസാരത്തിലൊക്കെ. അപ്പം ഞങ്ങൾ തമ്മിൽ ഒരാളുമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടായ സമയത്ത് ഒരു അനുഭവ കഥയാണ്. അപ്പോൾ ഗുരുവിനെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ളൊരു കഥ പറയും. അത്രയും ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, ഞങ്ങൾ തമ്മിൽ അത് സംസാരിച്ച് സോൾവ് ആയി. സാധകരല്ലേ, അവർക്ക് അതിനുള്ള അറിവുണ്ടല്ലോ, ഗുരു തന്നെ പകർന്നു തന്ന അറിവ് വെച്ച് തന്നെ ഞങ്ങൾ അത് സോൾവ് ചെയ്തു. അത് നമ്മൾ സംസാരിച്ചത് പോട്ടെ എന്ന് പറഞ്ഞു. ആ സെക്കൻഡിൽ ഗുരുവിൻ്റെ ഒരു മെസ്സേജ് വരികയാണ്, ഗുരുവിൻ്റെ ഒരു തോട്ട്, ഒരു ചിന്തയല്ല, ഒരു മെസ്സേജ് തന്നെ വരികയാണ് എനിക്ക് എൻ്റെ മൊബൈൽ. ഈ സത്സംഗ സമിതി ഒരു ഡേ കെയർ സെൻ്റർ ആണോ എന്ന് പറഞ്ഞാൽ കുഞ്ഞുകളിയാണോ ഇവിടെ നടക്കുന്നത്, ഒരു സത്സംഗ സമിതി അല്ലേ? അപ്പോൾ ആ ഒരു സെക്കൻഡിൽ തന്നെ ഗുരു, കാരണം വേറെ ആരും പുറത്തു പോയിട്ടില്ല, ആരും ഗുരുവിനെ അറിയിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇതിനകത്ത് അനുഭവസ്ഥരായിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ ഇതിനകത്ത് തന്നെ സാമിനിയമ്മയുണ്ട്, ശ്രീ നന്ദനുണ്ട്, ശരത് പോറ്റിയുണ്ട്, അങ്ങനെ വേറെ മണിക്കൂട്ടൻ്റെയുണ്ട്, ഇത്രയും പേര് സാക്ഷികളുമാണ്. അപ്പോൾ ഗുരുജിയുടെ മെസ്സേജ് വരുവാണ്. അപ്പം നമ്മൾ ഗുരുജിയുടെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഓരോ നിമിഷവും, നമ്മുടെ ഓരോ ചലനങ്ങളും നമ്മൾ എവിടെ ഇരുന്നാലും അറിയാൻ ഗുരുവിന് കഴിയുന്നുണ്ട്. അതാണ് ഗുരുവും ശിഷ്യനും തമ്മിലുള്ള യഥാർത്ഥ ബന്ധം. അപ്പം നമ്മൾ ഗുരുവിൻ്റെ മുന്നിൽ കാണിക്കേണ്ടതായ നമ്മൾ പാലിക്കേണ്ടതായ കാര്യങ്ങൾ തീർച്ചയായും പാലിച്ച് തന്നെ മുന്നോട്ട് പോകണം. കാരണം നമ്മൾ അഭിനയം കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം നമ്മളെ മനസ്സിലാക്കുന്ന ഗുരുവാണ്, നമ്മളെ മനസ്സിലാക്കിയ ഗുരുവാണ്, നമ്മളെ പഠിപ്പിച്ച ഗുരുവാണ്. നമ്മളാണെന്നുണ്ടെങ്കിൽ പുറമേ ഇറങ്ങി നമുക്ക് സംസാരിക്കാനുള്ള അവസരം അല്ലെങ്കിൽ അതിനുള്ള കരുത്ത് തന്നതും ഗുരുവാണ്. നമ്മളെ ജീവിക്കാനുള്ള ഇത് ചെയ്തത് എല്ലാം ഗുരു തന്നെയാണ്. അപ്പോൾ ഗുരുവിനെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു അനുഭവകഥ ഞാൻ പറഞ്ഞുള്ളൂ. എനിക്കല്ലാതെ ഒരുപാട് അനുഭവങ്ങൾ ഗുരുവിൽ നിന്നും, കാരണം പോസിറ്റീവ്, ചിലപ്പോൾ എൻ്റെ വിശ്വാസം കൊണ്ട് എനിക്ക് തോന്നുന്നതാവും അതെല്ലാം ഗുരുവിൻ്റെ ആ ഒരു പ്രസൻസ് ആണെന്ന്. പക്ഷെ ചിലപ്പോൾ അങ്ങനെ അല്ലായിരിക്കും. പക്ഷെ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളുണ്ടാവും. എന്നാലും നല്ല അനുഭവങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഇന്ന് തന്നെ മകന് ഒരു അനുഭവം ഉണ്ടായി എന്നവൻ പറഞ്ഞു. അപ്പോൾ അവൻ ഇത് സംസാരിക്കുന്നൊന്നുമില്ല. മകനൊരു മാലയും വെച്ചിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഈ മാല എവിടെ കൊടുത്താൽ പൂജിക്കുന്നത്? അവൻ്റെ മനസ്സിലെന്താ ഇരിക്കുന്നത് എനിക്കറിയാം. ഈ മാല ഗുരുവിൻ്റെ കൊടുത്ത് ബ്ലസ് ചെയ്ത് കിട്ടണം. അപ്പോൾ അവൻ എന്നോട് ഈ മാല ഏതമ്പലത്തിലാണ് പൂജിക്കുന്നത്? അപ്പോൾ ഞാൻ പറയും, നീ ഗുരുവിൻ്റെ കൊടുത്താൽ മതി, വേറെ അങ്ങനെ നീ കൊടുക്കണ്ട. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇവൻ പിന്നെയും ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവൻ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുരു ഈ മാല വാങ്ങി കുറച്ച് നേരമൊക്കെ ബ്ലസ് ചെയ്തിട്ട് അവൻ്റെ കഴുത്തിൽ തന്നെ ഇട്ട് കൊടുത്തു. അപ്പോൾ അവനതൊരു ഇതായി എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കൊച്ചു കുഞ്ഞാണ്. നമ്മളിപ്പോൾ ഗുരുവിൻ്റെ മുന്നിൽ എല്ലാവരുടെയും മുന്നിൽ നമ്മൾ പറയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുദേവന് ഡോക്ടർ പൽപു നടരാജഗുരുവിനെ കൊടുത്ത പോലെ നമുക്കൊരു മകനേ ഉള്ളൂ. പക്ഷെ നമ്മൾ ആ മകനെ ഗുരുവിന് കൊടുക്കുകയാണ്. കാരണം ഗുരുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വളരാൻ. കാരണം നമ്മൾ അത്രയ്ക്കും ഗുരുവിൽ വിശ്വാസം അർപ്പിക്കുന്നു. കാരണം നമുക്കൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ ഗുരുവിന് അവനെ ഏത് രീതിയിൽ ഉപയോഗിക്കാം. അവനെ ഒരു ശിഷ്യനായിട്ട് ഉപയോഗിക്കാം, മകനായിട്ട് ഉപയോഗിക്കാം, ഏത് രീതിയിൽ ഉപയോഗിക്കാം. അപ്പം നമ്മുടെ വിശ്വാസം, നമ്മൾ ആ ഒരു രീതിയിൽ ഒരു അർപ്പണ മനോഭാവം നമുക്ക് ഗുരുവിനോട് ഉണ്ടായി വരികയാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് അത്രയുമാണ്. ഇനി നമ്മൾ ഒരു വർഷത്തെ ഇത് പറയാം. കഴിഞ്ഞ വർഷത്തെ അനുഭവങ്ങൾ നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യം പറയേണ്ടത് മാറാങ്കുഴിയിലെ സുഭദ്രാമ്മയുടെ വീട്ടിൽ വെച്ച് നടന്ന ക്യാമ്പായ ദൈവദശകത്തെ പറ്റി തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഏറ്റവും ഉചിതം ദൈവദശകം ക്യാമ്പിൽ നമ്മൾ ക്യാമ്പ് പുരോഗമിച്ച് വരുന്തോറും മറ്റൊരുപാട് ക്യാമ്പുകൾ ഇവിടെ നടന്നിട്ടുണ്ട്, ഇഷ്ടംപോലെ. അതായത്
ഒരുപാട് ക്യാമ്പുകൾ നമ്മൾ ഇവിടെ ഗുരുദേവ കൃതികൾ തന്നെ ഏതാണ്ട് 9, പിന്നെ ഹരിനാമ കീർത്തനം, പിന്നെ ഇത് ഭജഗോവിന്ദം, ഇങ്ങനെ ഒരുപാട് ക്യാമ്പുകൾ നടന്നെങ്കിലും ഗുരുജിയെ ഏറ്റവും വ്യത്യസ്തനായി ഗുരുജി ഒരു അവസാന ഘട്ടത്തിൽ, ആ ക്യാമ്പിൻ്റെ അവസാന ഘട്ടത്തിൽ ഗുരുജിയിൽ ഉണ്ടായ ഒരു ഭാവമാറ്റം എൻ്റെ പൊട്ടബുദ്ധിക്ക് ചിലപ്പോൾ തോന്നിയതാവും. ഈ ദൈവദശകം എഴുതിയ ഗുരുദേവൻ തന്നെയാണോ ഗുരുവെന്ന് തോന്നിച്ചു. ആ ഗുരുദേവൻ തന്നെ വന്ന് വീണ്ടും മനസ്സിലായില്ല. കാരണം അന്ന് എഴുതി വെച്ചതൊന്നും വായിക്കാനോ മനസ്സിലാക്കാനോ പുസ്തക രൂപത്തിൽ കണ്ട് ഇത്രയും 100-150 വർഷം അല്ലെങ്കിൽ 100 വർഷം 125 വർഷം മുന്നേ എഴുതിയ കൃതി നമുക്ക് വായിക്കാനോ ഒന്നും നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ല. അപ്പോൾ ചിലപ്പോൾ വീണ്ടും പറഞ്ഞു തരാൻ വന്നതാകും. അതങ്ങനെ പറഞ്ഞു തരുന്നതുകൊണ്ടാവും ചിലപ്പോൾ അദ്ദേഹത്തിനും വിഷമം തോന്നിയതാവും. ഗുരു കരഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഗുരു കരഞ്ഞ് ഇന്നുവരെ കണ്ടിട്ടില്ല. അന്ന് കരഞ്ഞു എന്ന് ഞാൻ ഇന്നും അത് ശ്രീ നന്ദനോട് ചോദിച്ചു, ഇങ്ങനെ ഗുരു അന്ന് കരഞ്ഞു? അപ്പോൾ നന്ദൻ പറഞ്ഞു കരഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് പ്രൂഫ് ചെയ്ത്. കാരണം എനിക്ക് സംശയം, ഗുരു കരഞ്ഞു. എന്തിനാണ് നമുക്കറിയില്ല, അത് ഗുരുജി ടോക്കിൽ പറയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പിന്നെ മാറാങ്കുഴിയിലെ ഗുരുപൂർണിമ സുഭദ്രാമ്മയുടെ വീട്ടിൽ, കാരണം സുഭദ്രാമ്മ നമ്മളെ ഗുരുജി അവിടെ വന്ന് നിന്ന കാലയളവും ഗുരുജിയെ പരിചരിച്ചതും, സുഭദ്രാമ്മയ്ക്ക് എല്ലാവർക്കും വളരെ ആഡംബരമായ രീതിയിൽ ഭക്ഷണമൊക്കെ വെച്ച് കൊടുക്കണമെന്നുള്ള താല്പര്യത്തോടു കൂടി സുഭദ്രാമ്മ നിൽക്കുമ്പോൾ ഒന്നും സമ്മതിക്കാതെ വയറുകഞ്ഞി മാത്രം വെച്ചാൽ മതി എന്ന് പറഞ്ഞ് ഗുരുവും സുഭദ്രാമ്മയും തമ്മിലുള്ള ഫൈറ്റ്. കാരണം സുഭദ്രാമ്മ എന്നോട് തന്നെ പരിഭവിച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ ഗുരുവിൻ്റെ എന്തോൻ്റെ ഇതാണ്, ഗുരു ഒന്നും സമ്മതിക്കത്തില്ല, അങ്ങനെ ചെയ്യത്തില്ല, ഇങ്ങനെ ചെയ്യത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ലളിത ജീവിതം പഠിപ്പിച്ചു. നമ്മുടെ തന്നെ മനസ്സിലുണ്ടായിരുന്നു ഒരു 2 ഗുരുപൂർണിമ പോലൊരു ചടങ്ങും, പിന്നെ നമ്മളെ ഇത്രയും പേര് ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യം. ഇപ്പോൾ ഇവിടെ ഇത്രയും വലിയ ഹാളാണ്. അപ്പോൾ അതുപോലെ തന്നെ ദൈവദശകം ക്യാമ്പും പ്രധാനപ്പെട്ടൊരു ക്യാമ്പാണ്. അത് ആ ഒരു ചെറിയ വീട്ടിൽ നമ്മളെപ്പോലൊരു ഗ്രൂപ്പിനല്ലാതെ ഒരിക്കലും നടത്താൻ പറ്റില്ല. ഗുരുവിനെ പോലുള്ളൊരു അതായത് ഗുരുവിനെ പോലുള്ള ഒരാൾ പഠിപ്പിക്കുന്ന ഒരു ക്യാമ്പിലല്ലാതെ വേറെ ഒരു ഇതിലും സുഭദ്രാമ്മയുടെ വീട് പോലുള്ള, കാരണം സുഭദ്രാമ്മയുടെ വീട് അത്ര ചെറുതാണ്. പക്ഷെ അവിടെ ഇത്രയും പേരെ എങ്ങനെ ഉൾക്കൊണ്ടു എനിക്കറിയില്ല. നമ്മൾ കണ്ടു, ഉൾക്കൊണ്ടു. അവിടെ ഒരുപാട് ആൾക്കാർ വന്നു, എല്ലാവരും തൃപ്തരായി മടങ്ങി. വളരെ ഇതായിട്ട് ഉള്ള ഒരു അനുഭവമായിരുന്നു അത്. സുഭദ്രാമ്മയെ ഗുരുവിന് കൊടുത്ത എല്ലാ സംരക്ഷണങ്ങൾക്കും, അതായത് ഗുരുവിനെ സംരക്ഷിക്കേണ്ട ആളൊന്നും അല്ല സുഭദ്രാമ്മ, എന്നാലും സുഭദ്രാമ്മയ്ക്ക് കിട്ടിയ അവസരം സുഭദ്രാമ്മ ശരിക്കും വിനിയോഗിച്ചു. അതിനാ സുഭദ്രാമ്മയോട് നന്ദി പറയും. അതുപോലെ തന്നെ ഈ ഗുരുപൂർണിമ ഇത് കഴിഞ്ഞ് ഗുരുജി നമ്മളെ കൊണ്ട് ഒരു സന്ദർശനം, അതായത് ഇപ്പോൾ അവിടെ ഒരു ഇങ്ങനെ തമ്പുരാമ്പാറയിലേക്ക് പോയി. ഞാൻ, മോനെ, വൈഫ്, പിന്നെ രാജീവ്, കുട്ടാച്ചൻ എല്ലാം. അപ്പോഴേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വഴുക്കലുള്ള ഒരു പാറയുടെ പുറത്തേക്ക് നമ്മളെ ഗുരുജി വിളിച്ച് കയറ്റുകയാണ്. അപ്പോൾ എല്ലാവർക്കും മടിയാണ്, കയറുന്നതല്ല പ്രശ്നം, ഇതെങ്ങനെ തിരിച്ചിറങ്ങുമെന്നുള്ളതാണ് ചിന്തിക്കുന്നത് മൊത്തം. ആകെപ്പാടെ കയറിപ്പാനുള്ള ഏക ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പച്ച വട്ടക്കമ്പ് ഒടിച്ചിട്ട് ആ വട്ടയിലയുടെ പിടിയെ പിടിച്ചു വേണം. വട്ടയിലയുടെ പിടിയെ ഒരു 3 കിലോ പോലും താങ്ങാൻ കഴിവ് വട്ടയിലയ്ക്കില്ല. അപ്പോൾ ആ വട്ടയിലെ പിടിച്ച് വേണം കയറാൻ. കയറുമ്പം ചിന്ത മൊത്തം എങ്ങനെ ഇറങ്ങും, എൻ്റെ ചിന്തയാണ്, മറ്റുള്ളവർ എനിക്കറിയില്ല, എങ്ങനെ ഇറങ്ങും എന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗുരുജി പറഞ്ഞ് കയറി വാ, ധൈര്യമായിട്ട് കയറ്. ഓരോരുത്തരോടും കയറാൻ പറഞ്ഞ് ഓരോരുത്തരും കയറി വരുന്നു. ഇവരുടെ എല്ലാം ഈ ചേഷ്ടകൾ ക്യാമറയിൽ പകർത്തുന്നുമുണ്ട്. ഇതെല്ലാം കയറി വന്നു. നമ്മൾ മുകളിൽ പോയി പാറയെല്ലാം കണ്ട് തിരിച്ച്, അപ്പോൾ നമ്മുടെ ടെൻഷൻ മൊത്തം ഇതാണ്. പക്ഷെ തിരിച്ചിറങ്ങി ആ പാറയുടെ അടുത്ത് വന്നപ്പോൾ ഒരാൾ വന്നിട്ട്, അത് സ്വാഭാവികമാകാം, ഒരാൾ വന്നിട്ട് പറഞ്ഞു ഇതിലെ നല്ല വഴി വേറെ ഉണ്ട്, അപ്പോൾ ഈ വഴി ഗുരുവിന് അറിയാമായിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷെ നമ്മൾ ഇതിലെ കയറ്റി പഠിപ്പിച്ചു. കാരണം ആ വഴുക്കലുള്ള പാറയിലും ചവിട്ടി കയറാം. നമ്മുടെ ഇത് വിശ്വാസം, നമ്മളെ അദ്ദേഹത്തോടുള്ള വിശ്വാസം കൊണ്ട് മാത്രമല്ലേ നമ്മൾ കയറാൻ തയ്യാറായത്, അല്ലെങ്കിൽ ഇല്ലല്ലോ. അതുപോലെ ബൊമ്മക്കൊലുവിന് നമ്മൾ ഈ കണ്ണും കാഴ്ചയും, നമുക്കെല്ലാം നല്ല കാഴ്ചയും ഇതെല്ലാം ഉണ്ട്. പക്ഷേ നമ്മളാണെന്നുണ്ടെങ്കിൽ ബൊമ്മക്കൊലു കാണാൻ ചിലപ്പോൾ ഒന്ന് പോയി ഒരു വഴി തീർത്തു, നമ്മൾ പോയില്ലെങ്കിൽ ഗുരു എന്ത് വിചാരിക്കും, ഇങ്ങനെയൊക്കെ അവന് പല മനോഭാവത്തോടെ. ഞാൻ അങ്ങനെ പോകുന്നവരുണ്ട്, അല്ലാതെ എനിക്ക് കാണണമെന്ന് പറഞ്ഞ് പോകുന്നവരുണ്ട്. പക്ഷേ ലളിതമ്മ കാഴ്ചയില്ല. അപ്പോൾ ലളിതമ്മ എന്ത് കാണാൻ വന്നെന്ന് എനിക്കറിയില്ല. ഗുരുജി 2 വട്ടം ലളിതമ്മയെ ഇത് കാണിക്കാൻ വേണ്ടി മദ്രാസിൽ ഒന്ന് പോയി കൊണ്ടുവന്നു, പിന്നെ ഗുരുജി തിരിച്ചും കൊണ്ടുപോയി. അപ്പോൾ ലളിതമ്മ കാണാൻ വന്നത് എന്താണെന്ന് നമുക്കറിയില്ല, ലളിതമ്മ എന്ത് കണ്ടു എന്നും നമുക്കറിയില്ല, ലളിതമ്മയ്ക്ക് എന്ത് കാണാനുള്ള കഴിവുണ്ടെന്നും നമുക്കറിയില്ല. പക്ഷേ എന്തൊക്കെയോ കാണാനുള്ളൊരു കഴിവ് കണ്ണില്ലെങ്കിലും അമ്മയ്ക്ക് ഉണ്ടെന്നുള്ളത് നമുക്കറിയാം, എനിക്കറിയാം, ഞാൻ മനസ്സിലാക്കി, മറ്റുള്ളവരും മനസ്സിലാക്കിയിട്ടുണ്ട്. ആ അമ്മയുടെ ഭജൻസും കീർത്തനങ്ങളും എല്ലാം കൂടെ കൂടി അമ്മയ്ക്കും നല്ലൊരു അനുഭവമായിരുന്നിരിക്കും അല്ലേ.
ലളിതമ്മ വന്നത്. കാരണം ഒരു നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ കണ്ടിട്ടുള്ള ഭുവനേശ്വരി അമ്മ, ലളിതമ്മ, അങ്ങനെ കുറച്ച് ആൾക്കാർ നമുക്ക് മനസ്സിൽ നമ്മളെന്നും ഓർക്കുന്ന മുഖങ്ങളിൽ, ഇപ്പോൾ വടക്കേ അതായത് മദ്രാസിൽ നിന്നുള്ള അതൊരു നല്ല ഇതായിട്ട് എനിക്ക് തോന്നുന്നു. ലളിതമ്മ വന്നത്. അതുപോലെ തന്നെ നീനുജിയുടെ വീട്ടിൽ വെച്ച് അടുത്ത് തന്നെ നടന്ന നമ്മുടെ വിളക്ക് പൂജ. ആ വിളക്ക് പൂജയിൽ നീനുജിയുടെ വീട്ടിൽ നിന്നും ഉള്ള, അതായത് അവർ അങ്ങനെ ഓരോ വീട്ടിൽ നിന്നും ഒരു മകൻ ഗുരുവിൻ്റെ കൈ പിടിച്ച് വരുമ്പോൾ അവരുടെ അച്ഛനും അമ്മയും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ശരത്ജി പറയുന്നു, എനിക്ക് ആരും പറയുന്നൊരു സപ്പോർട്ടില്ല. ശരത്ജി പറഞ്ഞു, അഡ്വക്കേറ്റ് ശരത്ജി. അതുപോലെ തന്നെ മണിക്കുട്ടൻജിയുടെ അച്ഛൻ ഇപ്പോൾ മണിക്കുട്ടൻജിയെ സപ്പോർട്ട് ചെയ്തു. അതായത് ഗുരുവിനെ ശിഷ്യനായിട്ട് പോകുന്നതിന് പൂർണ്ണം ഇത് നന്ദൻ്റെ വീട്ടിലുണ്ട്, എൻ്റെ വീട്ടിലുണ്ട്. ഇങ്ങനെ കുറച്ച് രാജീവ് ഒളിച്ചാണ് വരുന്നത്. രാജീവ് ഇപ്പോഴും കള്ളം പറഞ്ഞാണ് വരുന്നത്, ഗുരുവിന് സത്സംഗത്തിന് വരുന്നത്. അത്തരം അവസ്ഥ. അപ്പം നീനുജിയുടെ വീട്ടിൽ നമുക്ക് അവിടെ ഒരു വലിയ പോസിറ്റീവ് എനർജി, കാരണം എല്ലാവരും സപ്പോർട്ട് ചെയ്യും, ഗുരുവിനെ ഉൾക്കൊണ്ടു. അപ്പോൾ ഇന്ന് തന്നെ അപ്പൂവിൻ്റെ വീട്ടിൽ അമ്മൂമ്മ വിളിച്ചു. നേരത്തെ അപ്പൂ ഇവിടെ വരുന്നതിന് എതിർപ്പായി, അല്ലെങ്കിൽ പറഞ്ഞു കേട്ടുള്ളൂ. അപ്പോൾ ഗുരുവിനെ ഉൾക്കൊള്ളാൻ, കാരണം മാറി വരികയാണ്, മനുഷ്യൻ്റെ മനസ്സ് മാറി വരികയാണ്. ഗുരു സ്വയം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, ഓരോരുത്തരെ മാറ്റി കൊണ്ടുവരികയാണ്. അത് നമ്മൾ ധൃതി പിടിച്ചിട്ടൊന്നും കാര്യമില്ല. സമയം ആകുമ്പോൾ അത് മാറിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ധൃതി പിടിച്ചോ അല്ലെങ്കിൽ നമുക്ക് ടെൻഷൻ അടിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല. ഓരോരുത്തരും മാറി വരും. അരവിന്ദൻ്റെ അച്ഛനും അമ്മയൊക്കെ എന്നാ വന്നേ, അശ്വതിയുടെ അല്ലേ എന്നാ വന്ന് കുറച്ചു കാലം കഴിഞ്ഞ് അവരുമൊക്കെ, അരവിന്ദൊക്കെ കള്ളം പറഞ്ഞ് വന്നിട്ടുണ്ട് ഇല്ലേ, അരവിന്ദൊക്കെ കള്ളം പറഞ്ഞ് ഇവിടെ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറണം. ഞാൻ ഇവിടെ പറയുന്നത് എന്താണ്, ഇവിടെ നല്ലത് മാത്രമേ പറയുന്നുള്ളൂ. ഈ ഗ്രൂപ്പിലല്ലാതെ നല്ലതൊന്നും ആരെയും പഠിപ്പിക്കുന്നില്ല. എല്ലാം നന്നാകാനുള്ള, ഇതിൻ്റെ മുന്നോട്ട് പോകാനുള്ളതും പുറത്തോട്ടിറങ്ങി നല്ലതായി സംസാരിക്കാനുള്ള കാര്യങ്ങളെ പഠിപ്പിക്കുന്നു. അപ്പം നമ്മൾ അതിലേക്ക് വരിക. പിന്നെ ഏറ്റവും സന്തോഷം തോന്നുന്ന ഈ വർഷം, അതായത് നമ്മൾ സാധനയിലല്ല, നമ്മുടെ ഇത് ഗ്രൂപ്പിൽ നമ്മുടെ ഒരു സന്തോഷം തോന്നുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കുട്ടിയുടെ ഇപ്പോൾ നടക്കാൻ പോകുന്ന വിവാഹം, അതിൻ്റെ മുന്നോടിയായിട്ടുള്ള വിവാഹ നിശ്ചയം. പിന്നെ രാജീവിൻ്റെയും ഗിരീഷിൻ്റെയും വിവാഹങ്ങൾ. പിന്നെ ഗുരുജിയെ ഞാൻ കണ്ടിട്ടുള്ളത്, ഗുരുജിയെ പരിചയപ്പെട്ടതിന് ശേഷം എന്നും വാടക വീട്ടിൽ താമസിക്കുന്ന ഗുരുജിയാണ് കണ്ടത്. അപ്പോൾ ഗുരുജിയുടെ തന്നെ നിർബന്ധ ബുദ്ധിയോടുകൂടി, അതായത് ആ ഒരു വീട്ടിലേക്ക് മാറി താമസിച്ചു. ഗുരുജിയുടെ അമ്മയ്ക്കും ഇതിനകത്ത് സന്തോഷം ഉണ്ടാവും. ആ വീട്ടിലേക്ക് മാറി താമസിച്ചു നമുക്ക് നല്ല സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാറാങ്കുഴിയിൽ ഗുരുവിനൊപ്പം സ്വന്തം, അതായത് വർക്കുകൾ, അതായത് ഗുരുജിയുടെ ഓരോ ഇത് കമ്പ്യൂട്ടറിലുള്ള അല്ലെങ്കിൽ നെറ്റിലിടാനുള്ള മറ്റു കാര്യങ്ങൾ വർക്കുകൾ ചെയ്യാൻ വേണ്ടി രാജീവ് കാണിച്ച ഒരു അർപ്പണ മനോഭാവം. രാജീവ് അവിടെ പോയി നിന്ന് എത്രയോ ദിവസങ്ങൾ, നമുക്കെല്ലാം പല കാര്യങ്ങളുണ്ടാകും, ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങിപ്പോകാൻ. അപ്പോൾ രാജീവ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു വരുമാനമുള്ള ഒരാളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളൊന്നും അല്ല. രാജീവിനെ സംബന്ധിച്ച് രാജീവ് പോയി നിന്ന്, രാജീവിനെ അതിന് പ്രത്യേകം നമ്മൾ ഗുരുവിനോട് ചെയ്തതിനെ അഭിനന്ദിക്കുന്നത്. പിന്നെ രാജീവ് ചെയ്യുന്നൊരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കപ്പലിൽ ഒരു 6 മാസം എത്രയോ മാസം കഴിഞ്ഞിട്ട്, എന്നോട് രാജീവ് പറഞ്ഞതല്ല, ഞാൻ അറിഞ്ഞതാണ്, തിരിച്ചു വരുമ്പോഴേ വൈഫ് കല്യാണം കഴിച്ചിട്ട് നിസ്സാര കാലയളവേ ആയിട്ടുള്ളൂ, വീട്ടിൽ ഇറങ്ങാതെ ഇതുവഴി തന്നെ ആയിരിക്കുമല്ലോ പോകുന്നത്. സ്വാഭാവികമായിട്ട് കായംകുളം വഴിയോ ഇതുവഴിയോ ആയിരിക്കും പോകുന്നത്, എന്തായാലും പ്ലെയിനിലല്ല വന്നത്. അപ്പോൾ ഇതിലേ പോകുമ്പോൾ നേരെ ഗുരുജിയുടെ അടുത്ത് പോയി ഇത്രയും ദിവസം 10 ദിവസത്തോളം നിന്ന് അല്ലെങ്കിൽ 5 ദിവസത്തോളം നിന്ന് വർക്ക് ചെയ്തിട്ട് വരാനുള്ളൊരു മനസ്സ് നമുക്കൊന്നും അതില്ല എന്ന് ചിലർക്കുണ്ടാവും. ഇപ്പം നമുക്ക് മറ്റുള്ള പലർക്കും ഉണ്ടാവും. പക്ഷെ അത് നമുക്കൊക്കെ അത് ഉണ്ടാകേണ്ടതാണ്. കാരണം ഗുരു ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ, സ്വന്തം വീട്ടിൽ അമ്മയും ഭാര്യയും എല്ലാം കാണാനുള്ള അതെല്ലാം മാറ്റി വെച്ചിട്ട് അവിടേക്ക് പോകാമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനുണ്ടായ അനുഭവമായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു അർപ്പണമായിരിക്കും. അത് നമ്മൾ വളരെയധികം ഇതോടുകൂടി പോസിറ്റീവായിട്ട് വിലയിരുത്തണം. നമ്മൾ അതുപോലെ ഗുരുജി തീരുമാനിച്ചാണ് നമ്മുടെ ഈ സത്സംഗങ്ങൾ, അതായത് ഞായറാഴ്ച സത്സംഗം, അത് ഗുരുജി തീരുമാനിച്ചത്. ഇത് ഗുരുജി അറിയാതെ ഒരു കാര്യം നമ്മളിപ്പോൾ ഇനി സംസാരിക്കുന്ന ഒരു കാര്യം നമ്മൾ ഗുരുജിയുടെ അനുവാദത്തോടുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. നമ്മളിത് ഗുരുജിയെ വായിച്ച് കേൾപ്പിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അതിനകത്ത് ആർക്കും എന്തെങ്കിലും നെഗറ്റീവ് ഫീൽ ചെയ്താലും തോന്നണ്ട, നെഗറ്റീവ് അല്ല, ഇത് പോസിറ്റീവിന് വേണ്ടി മാത്രമാണ് ഇത് സംസാരിക്കുന്നത്. ഇത് ഗുരുജിയുടെ അനുവാദം ഇല്ലാതെ നമ്മളൊന്നും പറയുന്നുമില്ല. അപ്പോൾ ഗുരുജി തീരുമാനിച്ചുറപ്പിച്ചാണ് സത്സംഗങ്ങളും അതിൽ പാലിക്കേണ്ട കാര്യങ്ങളും.
ഇതൊക്കെ നമ്മൾ പാലിക്കുന്നുണ്ടോ? സത്സംഗത്തിൽ പങ്കെടുക്കുന്നവർ ഒരു രജിസ്റ്ററിൽ ഒപ്പിടണമെന്നത് ഗുരുജി 2 വർഷം മുമ്പ് നമ്മളോട് പറഞ്ഞതാണ്. നമ്മിൽ എത്ര പേർ അത് പാലിച്ചു? മാസത്തിലെ ആദ്യത്തെ 2 ഞായറാഴ്ചകളിൽ ഇല്ലത്തും മറ്റ് ഞായറാഴ്ചകളിൽ നമ്മുടെ വസതിയിലും സത്സംഗം നടത്താനാണ് ഗുരു നിർദ്ദേശം. ഈ ഞായറാഴ്ചകളിൽ നടക്കുന്നതാണ് സത്സംഗമെന്ന് ഗുരു പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട്. അതിൽ 52 ഞായറാഴ്ചകളിൽ 5 എണ്ണത്തിൽ പോലും പങ്കെടുത്തവർ എത്രയുണ്ട്? ഇതാണോ ഗുരുവിനോടുള്ള ബഹുമാനവും അനുസരണയും? ഭഗവാൻ നേരിൽ മുന്നിൽ വന്ന് എന്ന് വിശ്വസിക്കുന്നവർ, അതായത് നമ്മൾ ശിഷ്യന്, ഇതാണോ ഗുരുവചനങ്ങളോട് കാണിക്കേണ്ട സമീപനം? ഗുരു തന്നെ പറഞ്ഞിട്ടില്ലേ, നാം ആർജിക്കേണ്ട അറിവിൻ്റെ 100-ൽ 50% മാത്രമേ ഗുരുവിൽ നിന്ന് കിട്ടൂ. 25% കോസാധകരിൽ നിന്നും 25% സ്വയം ആർജിച്ചും എടുക്കണം. കോസാധകരിൽ നിന്ന് 25% സ്വീകരിക്കാനോ കൊടുക്കാനോ തയ്യാറുള്ള എത്ര പേർ ഈ സത്സംഗ ഗ്രൂപ്പിൽ ഉണ്ടെന്നുള്ളത് ഇന്ന് പരിശോധനാ വിധേയമാക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഗുരു എത്തുമ്പോൾ മാത്രം നാം വെള്ളയും ഇട്ട് ഗുരുവിൻ്റെ മുൻപിൽ പരസ്പരം കെട്ടിപ്പുണർന്ന് കാണിച്ച് നാടകം കളിക്കുന്നു. ഈ അഭിനയം നിർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇത് സാധനാ ജീവിതത്തിൽ നമുക്ക് പിറകോട്ട് പോകാനേ ഉപകരിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ എന്താണെന്ന് ഗുരുവിന് നല്ലപോലെ ബോധ്യമുണ്ട്. നാം ഗുരുവചനങ്ങൾ എത്രത്തോളം ഉൾക്കൊള്ളുമെന്നും ഗുരുവിനറിയാം. ഗുരു നമ്മിൽ പലരുടെയും ഉള്ളിലിരിപ്പ് പുറത്തു പറയുകയും നമ്മെ ഉപദേശിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ ശിഷ്യരുടെ എണ്ണം ഒരുപാട് കുറയും. എല്ലാവരും മണിക്കുട്ടൻജിയെ പോലെയോ ബിട്ടുജിയെ പോലെയോ പിടിച്ചു നിന്നു എന്ന് വരില്ല. ഗുരു ഒന്നും കാര്യമായി വഴക്ക് പറഞ്ഞാൽ താങ്ങാൻ കെൽപ്പുണ്ടോ നമുക്ക്? ആ കാരണത്താലാകാം ഗുരു ഉപദേശം നീട്ടിക്കൊണ്ടു പോകുന്നത്. നാം പക്വത നേടുന്നതും കാത്ത് നാം സ്വയം ന്യായീകരിക്കുകയാണ്. ഞാൻ മറ്റുള്ളവരിൽ ശ്രേഷ്ഠനാണ്. ഗുരു ഇന്നുവരെയും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ എന്നിൽ ഒരു കുറ്റവും കാണുന്നില്ല. ഗുരു പറയാത്തത് നമുക്ക് കുറ്റങ്ങളില്ലാത്തത് കൊണ്ടല്ല, ഏതു കുറ്റമാണ് പറയേണ്ടതെന്നാകാം. അത് ഗുരു പറയുമ്പോൾ താങ്ങാനുള്ള കരുത്തില്ലാതെ നാം ഒളിച്ചോടുമെന്നറിയാം. ഓടിയാലും ഗുരുവിനൊന്നുമില്ല, നഷ്ടം നമുക്ക് തന്നെ. നാം മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഗുരുജിയുടെ ഒരു ചിന്ത കണ്ടാൽ തളരുന്ന നമ്മെ, അതായത് നമ്മളിലേക്കാണോ ആ ചിന്ത വരുന്നതെന്ന് നമ്മൾ ഫോക്കസ് ചെയ്ത് പലപ്പോഴും എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് കേട്ടോ. നമ്മെ ഗുരു നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി കുറ്റപ്പെടുത്തിയാൽ എന്താകും നമ്മുടെ അവസ്ഥ? നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. നാം ചെയ്തു കൂട്ടുന്നതെല്ലാം അതിൻ്റെ 10 ഇരട്ടിയായി നമ്മെ പിന്തുടരും. അതിൻ്റെ ബലം നാം അനുഭവിക്കേണ്ടിയും വരും. കാരണം ഒന്നും അറിയാതെ സമൂഹത്തിൽ ജീവിക്കുന്നവനെ എന്തുമാകാം. നാം അവരിൽ അല്പം വ്യത്യസ്തരാണ്. കാരണം നാം ഗുരുവിനെ കാണാനും അടുത്തറിയാനും നല്ലതും ചീത്തയും തിരിച്ചറിയാനുമുള്ള ഉപദേശം കിട്ടിയവരാണ്. അറിയാത്തവൻ ചെയ്യുന്നത് ചിലപ്പോൾ തെറ്റാകില്ല. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകൾ വലിയ തെറ്റുകളാകും. അത് നാം എത്ര സാധന ചെയ്താലും നമ്മെ പിന്തുടരും. അവസാനം സാക്ഷാത്കാര നിമിഷത്തിലെങ്കിലും അത് വിലങ്ങുതടിയാവും. അപ്പോൾ ആലോചിച്ചിട്ട് കാര്യവും ഉണ്ടാവില്ല. ഇന്നത്തെ ചിന്തയിൽ നിന്നും ഏറെ പഠിക്കാനുണ്ട്. ഗുരുവിന് ശിഷ്യന്മാർ പലത്, എന്നാൽ ശിഷ്യന് ഗുരു ഒന്നു മാത്രം. നാം ശിഷ്യന്മാരെ കണ്ടു പിറകെ പോകണ്ട, ഗുരുവിനെ മാത്രം ഫോളോ ചെയ്താൽ പോരെ. അതല്ലേ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം. നാം ഗുരുപാത പിന്തുടർന്ന് സ്നേഹവും കരുണയും അനുകമ്പയും ഉള്ളവരും അഹങ്കാരമില്ലാത്തവരുമായി സ്വയം മാറണം. അനുകമ്പയും സ്നേഹവും കരുണയും തോന്നേണ്ടത് സ്വന്തം ബന്ധുക്കളോടും നമുക്ക് അമിത താല്പര്യമുള്ളവരോടും മാത്രമാകരുത്. അത് അർഹിക്കുന്ന എല്ലാവരോടും തോന്നേണ്ടതാണ്. ഈ പ്രപഞ്ചത്തിലുള്ള സകലതിനോടും തോന്നണം. അതാണ് ഗുരുവിൻ്റെ മാർഗം എന്നാണ് എൻ്റെ വിശ്വാസം. ഈ സത്സംഗ ഗ്രൂപ്പിൽ നിന്നും ഈ ഉള്ളിലിരിപ്പുകളുമായി നാം പുറത്തെ സമൂഹത്തിലേക്കൊന്ന് ഇറങ്ങിച്ചെന്നാൽ നമ്മെ കാത്തിരിക്കുന്നത് എത്ര ഭീകരമായ അവസ്ഥയാണ്. ഇവിടെ യോജിച്ചു പോകാത്തവർ വേറെ എവിടെ യോജിക്കും? എവിടെയും യോജിക്കില്ല. ഇത്രയും സമാധാനപ്രിയരായ ജീവിതത്തിലെ നാനാ തുറകളിൽ പ്രവർത്തിക്കുന്ന, ആരെയും ദ്രോഹിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത, ആരെയും സഹായിക്കാൻ തയ്യാറുള്ള ഒരു ഗ്രൂപ്പിനെ ഗുരുവിന് കീഴിലല്ലാതെ കാണാൻ കഴിയുമോ? അടുത്ത ദിവസം ഗുരു പറഞ്ഞു തന്നു, ബാംഗ്ലൂരിൽ ഒരു മെഡിറ്റേഷൻ ക്യാമ്പിൽ മെഡിറ്റേഷൻ ക്യാമ്പിൽ പങ്കെടുക്കുന്നതിന് 15 ദിവസത്തേക്കോ മറ്റോ 3 ലക്ഷം രൂപയാണ് ഫീസ്. 15 ദിവസം മെഡിറ്റേഷൻ ക്യാമ്പിൽ പങ്കെടുക്കുന്നതിന് 3 ലക്ഷം രൂപയാണ് ഫീസ്. അവിടെ പങ്കെടുക്കാൻ ഗുരുജിയോട് നമ്മൾ ചോദിച്ചപ്പോൾ ഗുരുജി പറഞ്ഞു പോവും, ഒരുപാട് പേര് പോവും. കാരണം അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിട്ടയാണ്, ഭയങ്കര ചിട്ടയായിട്ടുള്ള മെഡിറ്റേഷൻ ക്യാമ്പ്. കാരണം നമ്മൾ ഇവിടെ ചെയ്യുന്നത് തന്നെയൊക്കെയാണ് ഇവിടെ ചെയ്യുന്നതിനേക്കാളും ഇതാണ്. അവിടെ സാമ്പത്തികത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നു, ഇവിടെ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നു. പക്ഷേ അവിടെ കൂടുതൽ പോകുന്നുണ്ട്. ഇവിടെ ഫീസ് ഇല്ലാത്തതിനാലാണ് ആളുകൾ കുറഞ്ഞു വരുന്നത്. ഫീസ് ഉണ്ടായിരുന്നുവെങ്കിൽ എന്നേ വലിയ മടം കെട്ടേണ്ടി വന്നേനെ. ഒരിക്കൽ ഗുരുവിൻ്റെ മുൻപിൽ പെട്ടവർ, അതായത് ഗുരുവിനെ മനസ്സിലാക്കിയവർ എങ്ങനെ ഇവിടം വിട്ടു പ്രവർത്തിക്കും? ഇതെല്ലാം പറയുന്ന ഞാൻ ഒന്ന് തീരുമാനിച്ചു. ഞാൻ ഇനിയും ഗുരുവിനെ മാത്രമേ നോക്കുന്നുള്ളൂ. നമ്മൾ ഒരുപാട് ചില പോസിറ്റീവ് അല്ലാത്ത കാര്യങ്ങൾ ഗുരുവിനോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഗുരു കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം, കാരണം ഇവിടെ നെഗറ്റീവ് ഒരുപാടുണ്ട്, അല്ലെ നെഗറ്റീവ് കാണും, പക്ഷേ പോസിറ്റീവ് എത്രയോ കൂടുതലുണ്ട്.
ആ നെഗറ്റീവിനേക്കാൾ എത്രയോ ഉപരി പോസിറ്റീവ് ഇവിടെ നിൽക്കുന്നുണ്ട്. അതെന്താണ് കാണാത്തത്? നമ്മളപ്പോൾ ആ പോസിറ്റീവിലേക്ക് ഫോക്കസ് ചെയ്താൽ മതി. നമ്മൾ നെഗറ്റീവിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട. നമ്മളാരെയും ഉപദേശിക്കാനൊന്നും, അത് ഗുരു നോക്കിക്കോളും. ഗുരുവിന് ശിഷ്യന്മാർ ഒരുപാടുണ്ട്, ശിഷ്യന്മാരെ ഗുരു നോക്കിക്കോളും. നമ്മൾ ഗുരുവിനെ നോക്കിയാൽ മതി. ഗുരുവിനെ പിന്തുടർന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിൽ നമുക്ക് ഒരു പ്രശ്നം അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ ഗുരുജി പത്തേ ഒന്നില്ല കഴിഞ്ഞ ഗുരുവായൂർ യാത്രയുടെ അന്ന് പറഞ്ഞു, നമ്മളാണെന്നുണ്ടെങ്കിൽ ആരെയെങ്കിലും ഫോക്കസ് ചെയ്ത് അവരെ ഉപദേശിക്കാനും കാര്യങ്ങൾ. ഇപ്പം ഞാൻ ചെയ്യുന്നതിന് തെറ്റാണ്, ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റാണ്. പക്ഷേ അതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇകഴ്ച ഉണ്ടാകത്തുള്ളൂ. നമ്മൾ തന്നെ താഴോട്ട് പോകും, നമുക്ക് നിൽക്കേണ്ട അവസ്ഥ. കാരണം നമ്മളെന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത ടെൻഷൻ പിടിച്ചു വെക്കുന്നത്? നമ്മളതിനെ നന്നാക്കാൻ ശ്രമിക്കണ്ട. പക്ഷേ എല്ലാവരും, കാരണം ഗുരുവിനറിയാൻ നന്നാക്കാൻ കാലാകാലങ്ങളിൽ നന്നായിക്കൊണ്ടിരിക്കും. കാരണം ഒരു വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ രാജ്യത്ത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ മുനിമാരും സന്യാസിമാരും അല്ലെങ്കിൽ സാധന ചെയ്യാനുള്ള മാർഗങ്ങളും പുസ്തകങ്ങളും ഉപനിഷത്തുകളും പുരാണങ്ങളും എല്ലാം ഉണ്ടായിട്ടുള്ള ഭാരതത്തിലാണ്. പക്ഷേ ഇതേ ഭാരതത്തിൽ തന്നെയാണ് മുഗൾ ചക്രവർത്തിമാർ 5 നേരം നിസ്കരിച്ചുകൊണ്ട് അവരും സാധന ചെയ്തുകൊണ്ട് തന്നെ, അവർ 5 നേരം സാധന ചെയ്തുകൊണ്ട് നമ്മളെ സാധന ചെയ്തവരെയൊക്കെ അടിച്ചമർത്തി കൊല്ലാക്കൊല ചെയ്തു, എല്ലാം ചെയ്തു. പക്ഷേ എന്താ ഇവിടുത്തെ മുനിമാർക്ക് തടഞ്ഞുകൂടായിരുന്നു, ഭഗവാന് തടഞ്ഞുകൂടായിരുന്നു. പക്ഷേ അതല്ല, സംഭവിക്കേണ്ടത് സംഭവിച്ചുകൊണ്ടേ. ബ്രിട്ടീഷുകാർ ഇടയ്ക്ക് ഭരിച്ചു, വന്നിട്ട് ഭരിച്ചില്ല, എല്ലാം ചെയ്തുകൊണ്ടേ ഇരിക്കും. നമ്മളതൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമുക്കിപ്പോൾ നമ്മുടെ മനസ്സിലും ഇന്നലെ വരെയും അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം വരെയും ഇതൊന്നും അല്ലായിരുന്നു. ഇപ്പോൾ ഗുരുജിയുടെ ഒരു ചിന്ത, കാരണം ഗുരു നമ്മളെ സ്വാധീനിച്ച് ഒരു ചിന്ത പറഞ്ഞാൽ മതി. ഒരുപാട് നമ്മൾ പണ്ട് ഇതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ നമ്മളെ ചെയ്യുന്നൊരു ചിന്തയുണ്ട്. ആ ചിന്ത പണ്ട് ഇതുപോലെ വിറകുവീട്ടുകാരൻ്റെ കഥ പറഞ്ഞു, ഒരു ചിന്ത. കാരണം അതിലൊന്നാമനാകാൻ പറഞ്ഞു. നമ്മൾ തൊഴിലിനെ പറ്റിയാണ് നമ്മൾ ചോദിച്ചത്. നമ്മൾ ചെയ്യുന്ന തൊഴിൽ നമുക്ക് അഭിവൃദ്ധിയില്ല. അപ്പോൾ പറഞ്ഞ് വിറകുവീട്ടുകാരൻ വിറകുവീട്ടത്ത് നല്ല വിറകുവീട്ടട്ടെ, അപ്പോൾ അവൻ നല്ല തൊഴിലാവും, അവൻ്റെ തൊഴിലും അഭിവൃദ്ധി ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമ്മൾ മുന്നോട്ട് പോവുക. കാരണം എന്ന് പറഞ്ഞാൽ ഗുരുവിനെ ഫോളോ ചെയ്യുക, ഗുരു പറയുന്നത് മാത്രം കേൾക്കുക. നമ്മുടെ സംശയങ്ങൾ ഗുരുവിനോട് ചോദിച്ചു തന്നെ തീർക്കണം. നമ്മൾ ചോദിക്കാനുള്ള ഗുരുവിനോട് ചോദിച്ചു തന്നെ തീർക്കണം. കാരണം ചോദിക്കാതെ ഒഴിഞ്ഞു പോയിട്ട് കാര്യമില്ല. അങ്ങനെ ഒഴിഞ്ഞു പോയാൽ നഷ്ടം അവർക്കാണെന്നാണ് ഗുരു പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം നമ്മൾ ഗുരുവിനോട് പറയണം. ഞാനാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് നമുക്കൊരു അതൊരു ദുരഭിമാനമാണ്. എന്താണെന്ന് അറിയുമോ, നമുക്ക് വിഷമം വരുമ്പോൾ ഞാൻ ഗുരുവിനെ വിളിക്കത്തില്ല. വിഷമവും പ്രയാസവും വരുമ്പോൾ ഗുരുവിനെ വിളിക്കാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വിഷമിക്കുകയും പ്രയാസം വരികയും ചെയ്യുന്ന ഒരുപാട് ഘട്ടങ്ങളുണ്ട്. അപ്പം നമ്മൾ ഗുരുവിനെ വിളിക്കുക. സന്തോഷം വരുമ്പോൾ വിളിക്കും, സന്തോഷം വരുമ്പോൾ വിളിക്കുകയും ചെയ്യും. പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഞാൻ ചെയ്യുന്ന തെറ്റാണ്. കാരണം എൻ്റെ എല്ലാ അവസ്ഥയിലും നമുക്ക് ഗുരുവിനെ വിളിക്കാം, ഗുരുവിനോട് സംസാരിക്കാം. അതിനുള്ള അവസരം അദ്ദേഹം നമുക്ക് തന്നിട്ടുണ്ട്. അത് തയ്യാറാക്കി എടുക്കണം. അതുകൊണ്ട് നമ്മൾ പറയുന്നു, നമുക്ക് ആഴക്കടലിൽ മുങ്ങിത്താഴാൻ നേരത്ത് കിട്ടിയൊരു കച്ചിത്തുരുമ്പൊന്നും അല്ല ഗുരു. നമ്മൾ ആഴക്കടലിൽ മുങ്ങിത്താന്നവരാണ്, നമ്മളെ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവരാണ്. നമുക്ക് ആ സമയത്താണ് ഓരോരുത്തർക്കും ഗുരുവിനെ കിട്ടിയിരിക്കുന്നത്. പക്ഷേ അത് കച്ചിത്തുരുമ്പല്ല ഗുരു. ഗുരു വലിയ കപ്പൽ തന്നെയാണ്. നമുക്ക് സുരക്ഷിതമായി അതിനകത്ത് കയറാം. കാരണം കച്ചിത്തുരുമ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ച് കയറാനുള്ള ഒന്നുമല്ല. ഗുരു ഒരു കപ്പൽ തന്നെയാണ്. കാരണം ഉൾക്കടലിൽ കിട്ടിയ കപ്പലാണ്. അതിൽ നമ്മൾ പിടിച്ച് തന്നെ കയറിയിരിക്കണം. എന്നിട്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു പാത, അത് ആത്മീയതയിലാകാം ഭൗതികതയിലാകാം. ഞാൻ തന്നെ ആദ്യം തുറന്നു പറഞ്ഞില്ല, നമ്മൾ ആത്മീയതയിൽ പുറകോട്ട് പോയണേ ഭൗതികതയിൽ വളർന്നുണ്ടെങ്കിൽ ആഗ്രഹങ്ങളാകുന്ന ക്ലോക്കിൻ്റെ സൂചി ഒരിക്കലും നിലക്കില്ല എന്നും പറഞ്ഞ ഒരു ഐഡിയയിലും തന്നിട്ട് അത് വീട്ടിൽ കൊണ്ടുവച്ച് സാധന ചെയ്തു നമ്മൾ. അപ്പോൾ ഇന്ന് എന്നോട് ഒരാൾ ശരദ്ജി ചോദിച്ചു, അത് കൊള്ളാം, കാരണം ഐഡിയൽ, കാരണം അത് ഗുരുജി നമുക്ക് തന്നെ ആഗ്രഹങ്ങളാകുന്ന ക്ലോക്കിൻ്റെ സൂചി ഒരിക്കലും നിലക്കില്ല. അപ്പം നമ്മളിങ്ങനെ പുറകെ പോയി. അപ്പോഴാണ് മറ്റേ ഇത് വന്നേ, പുസ്തകം ചെയ്യാൻ പറ്റിയില്ല, നമ്മുടെ അക്കൗണ്ട്സ് ശരിയാക്കാൻ പറ്റില്ല, ഒരുപാട്. കാരണം സ്വന്തം അക്കൗണ്ട് ശരിയാകാതാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. നമുക്ക് എന്തോ പ്രോഫിറ്റ് ഉണ്ടോ അല്ലേ ഇതുണ്ടോ എന്നൊന്നും നോക്കാതെ നമ്മളത് ചെയ്യുമോ, നമ്മളങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷേ നമ്മൾ മടിച്ചിരുന്നൊരു കാലമുണ്ട്. അന്നേരം ഗുരു തന്നെയാണ് നമ്മളെ ധൃതിയിൽ പോകാനും അനുഭവിച്ചത്. അദ്ദേഹം പറയുന്നത് ഫോളോ ചെയ്യുക, അദ്ദേഹം പറയുന്നത് അനുസരിച്ച് മുന്നോട്ട് പോവുക. അത് തന്നെ നമ്മളെ ഇതുള്ളൂ. പിന്നെ ഇത്രയും കാര്യങ്ങളെ നമുക്ക് ഈ വർഷത്തെ ഇതിനകത്ത് പറയാനുള്ളൂ. നമുക്കെല്ലാവരോടും നമ്മൾ ഒരിക്കൽ കൂടി പറയുന്നു, കാരണം നമുക്ക് സത്സംഗ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വാർഷികത്തിൽ മാത്രം നിൽക്കരുത്. നമുക്ക് ഗുരുജി ഓരോരുത്തർക്കും ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ ഗിരീഷ് ജിക്ക് ബുദ്ധിമുട്ടുണ്ട്, നന്ദിന് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ജോലിപരമായിട്ട് എല്ലാവർക്കും. അപ്പം നമ്മൾ ഒരു ഗ്രൂപ്പിൽ എന്ന് പറയുമ്പോൾ സത്സംഗം ഏകീകരിക്കണമെന്നൊരു അഭിപ്രായം നമുക്ക് ഗുരുവിനോടുണ്ട്. കാരണം 2 സത്സംഗം വേണ്ട. അതിൽ ഇപ്പം ഞായറാഴ്ച സത്സംഗത്തിനാണ് സാധാരണ ഏറ്റവും കുറവ്. അപ്പം ഞായറാഴ്ച സത്സംഗം അത് ഗുരുവാണ് ചെയ്യേണ്ടത്. ഞായറാഴ്ച സത്സംഗത്തിനാണ് കൂട്ടായ്മ കുറവ്. കാരണം കൂട്ടായ്മ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഞായറാഴ്ച ഇന്ന് എല്ലാ ഫങ്ഷൻസും എല്ലാവർക്കും എവിടെയെങ്കിലും പോകേണ്ടതും മറ്റു കാര്യങ്ങളെല്ലാം ഞായറാഴ്ചയായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഞായറാഴ്ച സത്സംഗം
അല്ല, ഗുരുജി തീരുമാനിച്ചു ഏതൊരു ദിവസത്തേക്കെങ്കിലും, കാരണം ഒന്നിച്ചു പോകണം, എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് പഴയ ആ ഒരു രീതിയിലേക്ക്, അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഒരവസ്ഥയിലേക്ക് സാധകർ തമ്മിലുള്ള ചർച്ചകളും തോട്ട്സുകളെ പറ്റിയുള്ള ചിന്തകളും സാമാന്യമ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നിട്ടുള്ള ഒരു സത്സംഗം തന്നെ. അത് ബുധനാഴ്ച തന്നെ തീർപ്പ് കൽപ്പിച്ച ഗുരു പറയുന്നത് നമ്മൾ ശിരസാ വഹിക്കും, നമ്മൾ സമയം കണ്ടെത്തും. എല്ലാവരുടെയും ആഗ്രഹം എല്ലാവർക്കും കൂടുതൽ അതിനകത്ത് പങ്കെടുക്കാനുള്ള സമയം ബുധനാഴ്ചയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് ബുധനാഴ്ച ഇവിടെ തന്നെ നടത്തുന്നതിനോട് നമുക്ക് യാതൊരു മനസ്സ് കുറവുമില്ല, നമുക്കതിനകത്ത് ഒരു വിഷമവും ഇല്ല. നമ്മുടെ വീട്ടിൽ സത്സംഗം നടക്കണമെന്ന് നമുക്ക് താല്പര്യമില്ല. അത് എല്ലാം ഗുരു തീരുമാനിക്കുക. പക്ഷെ സത്സംഗം ഏകീകരിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ഞാനും മണിക്കുട്ടനും, ഞാനും ഭാര്യയും ഒറ്റയ്ക്ക്, ഞാൻ ഒറ്റയ്ക്ക്, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മളാണെങ്കിൽ ചിലപ്പം നമുക്ക് തിരക്കുള്ള ടൈമൊക്കെ ആയിരിക്കും, ഈ കാത്ത് നമ്മൾ ആരെയും പ്രതീക്ഷിക്കണ്ട എന്നാണ് ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത്. എന്നിട്ടും പിന്നെ നമ്മൾ പറയുകയാണ് ആരെയോ കാത്തിരിക്കുന്നു. അപ്പോൾ അത് ഏകീകരിക്കുക. പിന്നെ എല്ലാവരോടും എന്തെങ്കിലും വാക്കുകൾ നമ്മളെ എന്തെങ്കിലും മനസ്സിന് മുറിവേൽപ്പിക്കുന്നത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇത് ഗുരുവിൻ്റെ സംശയം. ഇവിടെ എല്ലാവരും രണ്ടുപേരും എക്സ്പീരിയൻസ് പറഞ്ഞു, പക്ഷേ എനിക്ക് എക്സ്പീരിയൻസ് കുറവാണ്. എന്താ എക്സ്പീരിയൻസ് പറയണമെങ്കിൽ പറയാം. കാരണം കഴിഞ്ഞ ഒരു വർഷം എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഒരുപാട് മനസ്സിലാക്കാൻ പറ്റി ഗുരു ആരാണ്, എല്ലാ കാര്യങ്ങളും എനിക്ക് കുറേയൊക്കെ മനസ്സിലാക്കാൻ പറ്റി. പക്ഷെ എനിക്കറിയില്ല, ഇപ്പം എല്ലാവരും പറയുന്നു, ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. എല്ലാവരും ഇവിടെ പറഞ്ഞു, ഇപ്പം ബിറ്റിച്ചാനാണെങ്കിലും പറഞ്ഞു, ശിവപ്രസാദനാണെങ്കിലും പറഞ്ഞു, ഗുരുവിനെ ദൈവമായിട്ട് കാണുന്ന ഒരു രീതി വന്നു. സത്യം പറയാമല്ലോ, ഗുരുജി എത്തിക്കൊണ്ടതാണ് എനിക്കിതുവരെ അങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല. കാരണം അതെൻ്റെ തെറ്റാണോ എന്ന് അറിയില്ല. കാരണം ഒരു ഗുരു എന്ന് പറയുമ്പോൾ അറിവ് പകർന്നു തരുന്ന ആളാണ് ഗുരു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഞാനങ്ങനെ കാണുന്നു, അദ്ദേഹം അറിവ് പറഞ്ഞു തരുന്നു, എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് ഞാൻ ഉൾക്കൊള്ളുന്നു, എനിക്ക് ദേഷ്യമുള്ള കാര്യങ്ങൾ ഞാൻ തുറന്നു പറയുന്നു. അതാണ് എൻ്റെ രീതി. പിന്നെ എന്താ പറയുക, സാധന ചെയ്യാറില്ല. കാരണം ഇപ്പം ഗുരുവിനെ പരിചയപ്പെട്ട് 6 വർഷമായി. 6 വർഷമായിട്ട് ഈ വർഷം എനിക്ക് കുറേ അനുഭവങ്ങൾ ഗുരുവിൽ നിന്ന് തന്നെ ഉണ്ടായി. അപ്പം ഞാനതിനെ ചോദിച്ചപ്പോൾ ഗുരു എനിക്ക് കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞു തന്നു. പക്ഷേ എനിക്ക് ഇപ്പോഴും അത് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. അതിന് ആൻസർ വരും ദിവസങ്ങളിൽ ഗുരു എനിക്ക് പറഞ്ഞു തരുമെന്നാണ് പറയുന്നത്. പിന്നെ എന്താ പറയുക, ഇപ്പം ഈ ഗ്രൂപ്പിൽ വന്നിട്ട് എനിക്ക് പ്രത്യേകിച്ച് നേട്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടായെന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഇവിടെ വന്നിട്ട് ഇത്ര സംസാരിക്കണമെങ്കിൽ എൻ്റെ ഒരു നേട്ടം തന്നെയാണ്. ഞാനാണെങ്കിൽ വേറെ പലയിടത്തും സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ നടന്നിട്ടില്ല. അപ്പം നിത്യമാണ് ഇത്രയും ആൾക്കാരടുക്കൽ എനിക്ക് ഇത്രയെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ സാധന ലൈഫ് എന്ന് പറഞ്ഞാൽ ഗുരുവിനോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ സാധന ചെയ്യണം, സാധന ചെയ്തില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കറിയില്ല, ഞാൻ സാധന ചെയ്തിട്ടില്ലെങ്കിൽ കൂടി, ഞാൻ പറഞ്ഞ അഹങ്കാരമാണോ ഗുരു എനിക്കറിയില്ല, പക്ഷെ ഞാൻ സാധന ചെയ്തിട്ടില്ലെങ്കിൽ കൂടി എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ഈശ്വരനെ വിളിക്കുന്നു. അത് ഒരാളെ മാത്രം വിളിക്കുന്നു. എല്ലാം ഒരാളാണ് പറയുന്നു, ഞാൻ ഒരാളെ മാത്രം വിളിക്കുന്നു. പക്ഷേ അതിൻ്റെ ഫലം എനിക്ക് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് സാധന അതാണോ ഇനി സാധനയെന്ന് എനിക്കറിയില്ല. ഗുരു പറയാൻ ഡെയിലി സാധന ചെയ്യണം, ഒരു സാധകൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവൻ്റെ ജീവിതം കൊണ്ടുപോകുന്നതിന് സാധനയെന്ന് പറയുന്നത്. പക്ഷേ എനിക്കറിയില്ല, എൻ്റെ ജീവിതത്തെ കൊണ്ടുപോകുന്നത് എൻ്റെ മനസ്സ് പറയും പോലെ ഞാൻ ചെയ്യുന്നു. അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു, കുറേയൊക്കെ ശരിയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ മനഃപൂർവ്വം കുറേ സാധകർക്ക് ഞാൻ തന്നെ സംശയത്തിനിടയാക്കിയിട്ടുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, എത്രത്തോളം ഒരു സാധകൻ ഒരാളെ മനസ്സിലാക്കുന്നു എന്ന് അറിയാനായിട്ട് വേണ്ടി മാത്രമാണ്. അല്ലാതെ ഞാൻ മനഃപൂർവ്വം അങ്ങനൊന്നും ആയിട്ടല്ല. പിന്നെ പറയുകയാണെങ്കിൽ, ഇപ്പം സാധകർക്ക് മുന്നേ നല്ല എക്സ്പീരിയൻസ് പറയണമെന്നുണ്ട്. സോറി, എൻ്റെ ജീവിതത്തിൽ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. പ്രത്യേകിച്ച് സാധാരണ മുന്നിൽ തുറന്നു പറയാൻ പറ്റിയ എക്സ്പീരിയൻസ് ഇല്ല, സത്യമാണ്. പിന്നെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് എന്ന് വെച്ചാൽ, എൻ്റെ വീട്ടിൽ എന്നെ സത്സംഗത്തിലും ഗുരുവിൻ്റെ അടുത്ത് പോകാൻ എതിർത്തിരുന്നു. ഇപ്പം എനിക്കറിയില്ല എന്താണെന്ന്, അവർ തന്നെ അംഗീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റായിട്ട് ഞാൻ കാണുന്നു. പിന്നെ എപ്പോഴും മണിക്കുട്ടച്ചേട്ടനോട് പറയും, ഇപ്പം കൂടുതൽ സംസാരിക്കാൻ സാധിക്കും മണിക്കുട്ടച്ചേട്ടനോടാണ്. അപ്പം മണിക്കുട്ടച്ചേട്ടനോട് പറയും, എടാ നിനക്ക് ജീവിതത്തിൽ വിഷമങ്ങളൊന്നും ഇല്ല എന്ന് പറയും. പക്ഷേ ഓരോരുത്തർക്കും അനുഭവങ്ങൾ, ജീവിതം പലതാണ്. ഇന്നലെ ഗുരുവിനോട് സംസാരിച്ചപ്പോഴും ഗുരു പറഞ്ഞത്,
ആരുടെ മുന്നിലും തുറന്ന് പറയാനുള്ളത് പറയുക എന്നാണ് ഗുരു എന്നോട് പറഞ്ഞത്. അതിപ്പോൾ ഞാൻ തുറന്ന് പറയുന്നു, പക്ഷെ കുറേ കാര്യങ്ങൾ ഞാൻ തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഞാൻ എഴുതിയ കാര്യങ്ങളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് എഴുതണമെന്ന് പ്രതീക്ഷിച്ചാണ് ഇരുന്നത്, പക്ഷേ അതൊക്കെ സത്യം പറഞ്ഞാൽ തകടം പറഞ്ഞു, ഒന്നും എഴുതാൻ പറ്റിയില്ല. അതിന് കാരണം എൻ്റെ മനസ്സിലെ ഒരു ചിന്തയാണ്. 10-30 ദിവസമായിട്ട് ഒരു കാര്യവുമില്ല, ചുമ്മാ ചിന്തിച്ച് കൂട്ടിയിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഒത്തിരി ചിന്തകൾ വന്നു. പക്ഷെ അതിൽ സത്യം പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അത് സത്യമാണ്. എൻ്റെ മനസ്സ്, ഞാൻ ഈശ്വര അല്ലെങ്കിൽ ഞാൻ എന്നും ഇവിടെ ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഗുരുവിനെ ദൈവമായിട്ട് കാണുന്നില്ല, ഇപ്പോഴും കാണാൻ പറ്റുന്നില്ല. കൃഷ്ണനെ ഇത് ചെയ്യുന്നു. കുറേ നാൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലി. ഞാൻ ഗുരുവിനോട് പറഞ്ഞു എനിക്ക് പറ്റത്തില്ല, കാരണം എനിക്കറിയാം എൻ്റെ മനസ്സ് ഇവിടെ ആയതുകൊണ്ടായിരിക്കാം എനിക്കങ്ങനെ പറ്റാത്തത്. അപ്പോൾ ഓരോരുത്തരെയും മനസ്സിനനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഇത്. പിന്നെ ഗുരു പറയുന്നത് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഇപ്പം ലളിതാ സഹസ്രനാമം ജപിക്കണമെന്ന് പറയുന്നു. ഒരു ദിവസം ജപിച്ചു, പിന്നെ ദിവസം ഗുരുവിനോട് കള്ളം പറഞ്ഞു. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്ന ഗുരു അത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ സത്യം എന്ന് പറയുന്നത് ഈശ്വരനാണ്. ആ സത്യം എനിക്ക് ഈശ്വരൻ തന്നെ മനസ്സിലാക്കി തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കും. ഞാൻ പൊതുവേ റൈറ്റപ്പ് തയ്യാറാക്കുന്ന ഒരു വ്യക്തിയല്ല. എന്തായാലും ഈ പ്രാവശ്യം എനിക്ക് ഞാൻ റൈറ്റപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യനാണ് എനിക്ക് പ്രധാനമായിട്ട് ഈ കൊല്ലം എനിക്ക് ഏറ്റവും എൻ്റെ മനസ്സിൽ വന്ന ഈ ഒരു ക്വസ്റ്റ്യനാണ്. അത് ഞാൻ വായിക്കാം. ഞാൻ എഴുതിയത് ഇങ്ങനെയാണ്. ഈ പോയ കൊല്ലം നമുക്ക് തോന്നുന്നു പ്രധാനമായും നമുക്ക് നേരിടേണ്ട ചോദ്യം ഇതായിരുന്നു: ഗുരു നമ്മിൽ നിന്ന് ഭൗതിക ശരീരത്താൽ അകലം നിൽക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഉദ്ദേശ്യം? എങ്ങനെയാണ് ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടത്? ഇത് എനിക്ക് ഈയൊരു ചോദ്യം എനിക്ക് വരാൻ കാരണം, എന്നെ സംബന്ധിച്ചോളം ഞാൻ ഗുരുവിനെ നിങ്ങൾക്കെല്ലാവർക്കും കുറേ നാളായിട്ട് എനിക്ക് പരിചയമുണ്ടായിരുന്നു. ആദ്യം ഒരു സുഹൃത്തിൽ നിന്ന് വേറെ വലിയൊരു തലത്തിലേക്ക് വന്ന് ഇപ്പം എൻ്റെ ജീവിതത്തിൽ എല്ലാമായി. അത് എന്ത് രൂപത്തിൽ പറയണമെന്ന് എനിക്കറിയില്ല, ദൈവമാണോ എന്നൊന്നറിയില്ല. അപ്പം ആ ദൈവം എന്ന കോൺസെപ്റ്റൊക്കെ ഇപ്പം മാറി. അപ്പം അതൊന്നിപ്പം ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. ഇപ്പം എല്ലാമാണ്. അതാണ് ആക്ച്വലി എനിക്ക് ഗുരു. അപ്പം എനിക്ക് എന്തൊരു പ്രോബ്ലം വന്നാലും ഞാൻ ആദ്യം വിളിക്കുന്നത് ഗുരുവാണ്. അത് എന്തുമായിക്കോട്ടെ, എന്ത് വിഷയമായിക്കോട്ടെ. ഈവൻ എൻ്റെ പ്രൊഫഷനിലെ ഏറ്റവും ഇൻട്രിക്കേറ്റ് ക്വസ്റ്റ്യൻ വന്നാലും, ലീഗൽ ഇഷ്യൂ വന്നാലും അവസാനം എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ നേരെ പോകുന്ന ഗുരുവിൻ്റെ അടുത്താണ്. ദാറ്റ് ഈസ് ദ മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ലീഗൽ ക്വസ്റ്റ്യൻ ഇൻ കേരള ഓർ ഇന്ത്യ ആണെങ്കിലും എനിക്ക് അവിടെ പോയ ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഐ ആം ഏബിൾ ടു ഫൈൻഡ് എ സൊല്യൂഷൻ. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ എനിക്ക് അതാണ്, ആ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഓരോ ദിവസവും ഇത് എന്താണ്, ഈ പ്രതിഭാസം എന്താണെന്ന് മനസ്സിലാക്കി ഇതിലേക്ക് ഞാൻ ആഴത്തിലേക്ക് വരാൻ കഴിയുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ആരും എനിക്ക് പറഞ്ഞു തന്നതുമല്ല, എൻ്റെ ജീവിത അനുഭവം തന്നെയാണ്. അപ്പോൾ എനിക്ക് ഇപ്രാവശ്യം ഈ വർഷം എന്ന് പറഞ്ഞ മെയിൻ ഒരു ഇഷ്യൂ വന്നത്, ഞാൻ എപ്പോൾ വിളിച്ചാലും എനിക്ക് ഗുരു അക്സസിബിളായിരുന്നു. ഞാനൊരു കോൾ വിളിച്ചാൽ ഗുരു ആ കോൾ എടുക്കും, എന്താ വിഷയം ചോദിക്കും. ആദ്യത്തെ നാളുകളിലൊക്കെ ആണെങ്കിൽ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ കുറേ നേരം സംസാരിക്കുമായിരുന്നു. ഒക്കെ മാറി. പിന്നെ ഗ്രാജ്വലി ആ ടോക്ക് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന് ആൻസറായി. ഇപ്രാവശ്യം വന്നപ്പോഴത്തേക്ക് കോൾ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഗുരു ആ കോൾ എടുക്കുന്നില്ല ഒന്നുകിൽ, അല്ലെങ്കിൽ അത് കട്ട് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് എൻ്റെയും ഭയങ്കരമായിട്ടൊരു ടെൻഷൻ വിളിച്ചിട്ട് ഞാൻ വിളിക്കും. അപ്പം എനിക്ക് മാനസികമായിട്ട് ശരിക്കും
ഞാൻ തകർന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഭയങ്കര ഡിപ്പെൻഡൻ്റാണ്. കാരണം ബാക്കിയെല്ലാം ഒക്കെ എല്ലാം ഉണ്ട്, എവറിത്തിങ് ഇസ് ദെയർ. പക്ഷേ എൻ്റെ ഫൈനൽ ആൻസർ ഹാസ് ബീൻ മൈ ഗുരു ഫ്രം ദ വെരി ബിഗിനിങ്. അപ്പം ഈ ഞാൻ വിളിക്കുന്നു, ഹീസ് നോട്ട് അക്സെപ്റ്റിംഗ് ദ കോൾസ്, ഇതിന് ആകെ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയായി. അപ്പോൾ ഇതിൽ അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന് എന്താണ്, വാട്ട് ഈസ് എ വേ ഔട്ട്, ഹി ഈസ് നോട്ട് ടേക്കിംഗ് മൈ കോൾസ്. ഇപ്പം ഗുരുവിന് മുമ്പേ എൻ്റെ അടുത്ത് പറഞ്ഞൊരു ഒരു ഉത്തരം തന്നെ ഉണ്ടായിരുന്നു ഇതിൽ. അതായത് സാധകരുമായിട്ടുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റാണ്. അപ്പോൾ പല ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് സാധകരിൽ നിന്ന് തന്നെ ഒരു ഉത്തരം കിട്ടും. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, യു ക്യാൻ സാമിനി അമ്മയെ കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് സാമിനി അമ്മയെ വിളിച്ചു. അമ്മേ, ഇതാണ് ഞാൻ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ. ഇങ്ങനെ ഒരിക്കലും എനിക്ക് വന്നിട്ടില്ല, ഗുരു ഇങ്ങനെ കോളുകൾ എടുക്കുന്നില്ല. കാരണം ഞാൻ എൻ്റെ ജോലി ദൂരെയാണ്, അപ്പോൾ എനിക്ക് എപ്പോഴും നേരിട്ട് വന്ന് കാണാൻ കഴിയത്തില്ല. അപ്പോൾ അമ്മ പറഞ്ഞത് ഇതാണ്, നമ്മൾ സ്വതന്ത്രരായിരിക്കണം, സ്വന്തം കാലിൽ നിൽക്കണം. സാധകൻ ഗുരു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ധൈര്യശാലിയായിരിക്കണം, ഒന്നും തളർത്തരുത്, എങ്കിലേ അവന് മുമ്പോട്ട് യാത്ര ചെയ്യാൻ കഴിയുകയുള്ളൂ. ആവധൂതനെ സംബന്ധിച്ചിടത്തോളം അവന് യാതൊന്നിനോടും ഒരു ബന്ധമില്ല. അത് എപ്പോഴും ആ ആനന്ദത്തിൽ ലയിച്ചു നിൽക്കുന്നു. നമ്മളും ബന്ധങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് ഉള്ളിൽ വൈരാഗ്യം ജനിപ്പിച്ച് സ്വയം ചിന്തിച്ച് പ്രയത്നിച്ച് മുമ്പോട്ട് വരണം. ഞാൻ ആലോചിച്ചു. അപ്പം ഇതാണ്, ദാറ്റ് വാസ് ആൻസർ. കാരണം നേരത്തെ ഗുരു പറഞ്ഞു, ഗുരു ഹി വിൽ ഗീവ് എ പാർട്ട്. അപ്പം ഞാൻ ഈ അമ്മ പറഞ്ഞു തന്നപ്പോൾ ഞാൻ തന്നെ ആലോചിച്ചു. അപ്പം ആലോചിച്ചു കഴിഞ്ഞപ്പോൾ എന്തൊരു പ്രശ്നം വന്നാലും ഞാൻ ജീവിതത്തിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ഈവൻ വളരെ വളരെ മൈന്യൂട്ടസ്റ്റ് ഡീറ്റെയിൽസ് അതുപോലും പലപ്പോഴായി ഗുരുജി ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഞാൻ ചെയ്യേണ്ട നിഷ്ഠ, സാധന, അത് പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഈവൻ വെരി മൈൻഡ്, രാവിലെ എണ്ണീച്ച് മുഖം കാല് കഴുകണം. ഞാൻ ടോൾഡ് മീ ടു ഗെറ്റ് എ ഏർലി ഇൻ ദ മോർണിംഗ്. അപ്പോൾ അതെല്ലാം ഞാൻ എണ്ണിച്ചിട്ട് എന്തൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ. പക്ഷെ ഞാൻ അത് കറക്റ്റായിട്ട് ചെയ്താൽ ഈവൻ ഗെറ്റ് ഒരു വളരെ ലൈവ്ലി ആയിട്ട് എനിക്കിപ്പോൾ എൻ്റെ ചെയ്യേണ്ട ഫുൾ ജോബ്സ്. പക്ഷെ അതിൽ ഈവൻ ഒരു ചെറിയൊരു കാര്യം ഞാനത് മാറ്റം വരുത്തിയാൽ ഐ കുഡ് ഫൈൻഡ് ദാറ്റ് it is very difficult, it will affect. അപ്പോൾ I understood that he has given me everything. എന്താണ് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് അനുഷ്ഠിച്ച് കഴിഞ്ഞാൽ there would be no problem. അപ്പം ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഗുരുജി എന്നെ നേരത്തെ ഞാൻ ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇനിഷ്യലി ഗുരു നമുക്ക് നേരത്തെ പറഞ്ഞൊരു ഡ്രൈവിംഗ്, വെൻ യു ആർ you are going to a driving school. The master will initially say hold the steering and he will control everything. But gradually when you learn to drive, he will take the back seat. You have to do it alone. He has told you, these are the things you have to do. Then you should be bold enough. നമ്മളത് മനസ്സിലാക്കി തനിയെ ചെയ്യണം. അപ്പോൾ ആവധൂത സങ്കല്പം എന്ന് പറയുന്നത് he is a person, ആരുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഹി ഹാസ് കം ഹിയർ വിത്ത് എ മിഷൻ ആൻഡ് ഹി ഹാസ് എ ടാർഗറ്റ്. ഹി വിൽ ഡു ഇറ്റ്. ഹൂ എവർ വാണ്ട്സ് ഇറ്റ്, അവനത് എടുക്കാം. അവൻ സ്വീകരിക്കുകയാണെങ്കിൽ അവൻ രക്ഷപ്പെടും. ഇല്ലാതെ അവൻ ഇഫ് ഹി ഈസ് നോട്ട് അക്സെപ്റ്റിംഗ്, he has nothing to lose. Avadhooth has nothing to lose because he is with that infinite power. എപ്പോഴും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും he is with that infinite power. ഹി ഈസ് നോട്ട് വറീഡ് അബൌട്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് ലൂസർ. ഇനി യു ഹാവ് ടു ടേക്ക് ബർത്ത്, യു ഹാവ് ടു ഗോ ത്രൂ ഓൾ ദിസ് പെയിൻ ക്രൈംസ്, യു ക്യാൻ ഡു ദാറ്റ്. അപ്പോൾ അത് ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ് ഈസ് ടൈം ദാറ്റ് ഐ ഷുഡ് മസ്റ്റർ കറേജ് ടു ടേക്ക് ഹിസ് ടീച്ചിങ്സ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ഇറ്റ്
and face those problems by taking these advices. അത് കാരണം നമ്മൾ തനിയെ ചെയ്താൽ മാത്രമേ നമുക്ക് ധൈര്യം വരുള്ളൂ, നമുക്ക് മുമ്പോട്ട് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഗുരു ഈ അകൽച്ച വയ്ക്കുന്നത് എന്ന് ഐ അണ്ടർസ്റ്റുഡ്. അപ്പം ഇതൊക്കെ അമ്മ പറഞ്ഞു, ഐ ഇൻട്രോസ്പെക്റ്റഡ്, യെസ് ദീസ് ആർ ദ തിങ്സ്. പക്ഷേ എൻ്റെ മനസ്സിൽ ആ വേദനയുണ്ട്. എനിക്ക് ഗുരുവുമായിട്ട് സംസാരിക്കാൻ കഴിയുന്നില്ലല്ലോ, ഗുരു എൻ്റെ ഫോൺ എടുക്കുന്നില്ലല്ലോ. എനിക്കത് വാക്കുകളാൽ പ്രവർത്തിക്കാൻ പറ്റില്ല. കാരണം ഇറ്റ് ഈസ് എ വെരി ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ്. എനിക്ക് ആ മനസ്സിൽ ഭയങ്കര ഇതുണ്ട്. അപ്പോൾ ദെൻ ഐ റിസീവ്ഡ് എ മെസ്സേജ് ആസ് ശിവപ്രസാദ് വാസ് ടെല്ലിങ്. നേരത്തെ ഇവർ സാധകർ തമ്മിൽ അപ്പോൾ ഡേ കെയർ ആണെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻ്റ്ലി ഹി ഗോട്ട് എ മെസ്സേജ്. ഇൻസ്റ്റൻ്റ്ലി I also got a message. The message was Sharat ji, Guru is breadth of his sadhaka. So, സിംപ്ലി എനിക്കത് നിങ്ങൾക്ക് അത് സാധക ലെവലിൽ നിൽക്കുന്ന ആർക്കും ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. നമ്മുടെ ഓരോ ചിന്തയും, ഈവൻ നമ്മുടെ ബ്രെഡ്ത്ത് ഓഫ് ഹിസ് സാധക എന്ന് പറയുന്നത്, ഹീ ഈസ് സോ മച്ച്. നമ്മൾക്ക് 1000 കിലോമീറ്റർ അപ്പുറത്താണെങ്കിലും നമ്മളെയും കാട്ടി ഹീ ഈസ് അവെയർ ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ് വിത്തിൻ യു. ഞാൻ മുമ്പേ ഷെയർ ചെയ്തിട്ടുണ്ട് ഓരോ തോട്ട്സ്. ഞാൻ ചിലപ്പം മുമ്പത്തെ ക്യാമ്പിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അന്ന് കോയമ്പത്തൂർ യാത്ര വന്നത് ഞാൻ കരഞ്ഞതും ആ സമയത്ത് ഗുരുവിൻ്റെ. അപ്പോൾ അനദർ എക്സാമ്പിൾ ഓഫ് ദി തിങ്സ് ദാറ്റ് യു ആർ എ ഓപ്പൺ ബുക്ക് ഫോർ യുവർ ഗുരുജി. One thing I have to tell about Samini Amma, because she has helped me a lot. He advises. She was a person I used to contact, because the reason why I contacted Amma is also because of what Guruji told me is one person you can contact when you are if you need some advice is Samini Amma. So that was the reason why I called her also. Then I have to mention that she was been designated as a Samini Amma by our Guruji. I have to say that even though by looking at her you can think of her as a lady, but I can assure you that she only the form is a woman, but she is beyond. I can assure you that she is a merger of, I can say, of manly courage, of intellect, wisdom. That is something I could gather from her, and she is a person I can assure you is thriving. കാരണം അത് നമ്മൾ ഓരോരുത്തരും എനിക്കൊന്ന് ഉൾക്കൊള്ളണം. കാരണം എന്ന് വെച്ചാൽ only through your effort എൻ്റെ ഒരു റെക്കഗ്നിഷനാണ് അമ്മയ്ക്ക് കിട്ടിയ ആ ഡെസിഗ്നേഷൻ ഇസ് സോമിനി. അപ്പോൾ പലയിടത്തും ഞാൻ ഈ ഡെസിഗ്നേഷൻ, പക്ഷേ ഷീ ഡിസേർവ്സ് ദാറ്റ് ബിക്കോസ് ഓഫ് ഹർ എഫേർട്ട് ഓൺലി. വൺ തിങ് ഐ പോയിൻ്റ് ഔട്ട്, എപ്പോഴും നമ്മൾ നോക്കിയാലും you can see that she would be engaged. ഒരു സെക്കൻഡ് I haven't seen her wasting time. അപ്പം അത് തന്നെയാണ് നമ്മൾ ഓരോ സാധകരും ഞാൻ എക്സ്പെഷ്യലി മനസ്സിലാക്കേണ്ടത്. യു ഷുഡ് നോട്ട് വേസ്റ്റ് അവർ ടൈം. അത് നമ്മൾ ഗുരുജി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്, യു ഡൂ യുവർ കർമ്മ ചെയ്ത് തീർത്ത് എത്രയും പെട്ടെന്ന് യു ഹാവ് ടു ഗോ അവേ. അത് ശരത്ത് കൂടുതലോട് മനസ്സിലാക്കിയാൽ കൊള്ളാം എന്ന് ഞാൻ സ്വയം പറയുന്നു. അത് തന്നെയാണ് ഓരോരുത്തരും നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഈ കോൺസെപ്റ്റാണ് ഞാൻ കൂടുതലും, കാരണം എനിക്ക് ഈ ഒരു ഞാൻ ആദ്യം ഉന്നയിച്ച ചോദ്യം തന്നെയായിരുന്നു മെയിൻലി വാസ് മൈ ഫോക്കസ് ഓഫ് തോട്ട് ത്രൂ ഔട്ട് ദ ഇയർ. അപ്പം ഈ ക്വസ്റ്റ്യൻ, എൻ്റെ ഈ ഡൗട്ട്, അതായത് വെദർ ഗുരു വിൽ ലീവ് യു, അപ്പം അത് പുട്ട് ഇറ്റ് ടു മൈ ഗുരു ഓൾസോ, ഗുരുവിൻ്റെ അടുത്ത് തന്നെ ഇട്ടു. അപ്പം എൻ്റെ ചോദ്യം 2 പാർട്ടായിട്ട് വന്നു. ഇതാണ് അത്, നമുക്ക് ഗുരുവിനെ നഷ്ടപ്പെടുമോ? സ്വയം ചിന്തിച്ച് വ്യാഖ്യാനിച്ച്
ഉയരണമോ? അപ്പം അതിൽ ഫസ്റ്റ് പാർട്ട് ഗുരുജി സെഡ് ദാറ്റ് ആസ് ടു ദ ആസ്പെക്ട് വെദർ യു വിൽ ലൂസ് യുവർ ഗുരു, അങ്ങനെ ഒരു സംഭവമേ യു നീഡ് നോട്ട് വറി, ഹീ വുഡ് ബി ഓൾവേസ് ദെയർ. അതിന് പുള്ളി പറഞ്ഞ വാക്കുകളാണ്, a master does not mitigate or spare the suffering of sadhaka if it can be a means eventually of helping them towards their ultimate attainment of God or self-realization. That is the second. The first part, he said that Guru would not leave you, he will be always with there provided you are ready to accept him. Nammada wavelength. Second aspect is അവൻ തനിയെ പ്രയത്നിച്ച് വളരണമോ? യെസ്, യു ഹാവ് ടു ഡു ദാറ്റ്, ബിക്കോസ് അതിൻ്റെ അതാണ് ഞാൻ ഇപ്പോൾ വായിച്ചത്. മാസ്റ്റർ ഡസ് നോട്ട് മിറ്റിഗേറ്റ് ഓർ സ്പെയർ ദ സഫറിംഗ് ഓഫ് എ സാധക ഇഫ് ഇറ്റ് ക്യാൻ ബി എ മീൻസ് ഇവൻച്വലി ഓഫ് ഹെൽപ്പിംഗ് ദം ടുവേർഡ്സ് എ അൾട്ടിമേറ്റ് അറ്റൈൻമെൻറ്റ് ഓഫ് ഗോഡ് ഓർ സെൽഫ് റിയലൈസേഷൻ. അതായത് പലരും ഞാൻ ഒരു ടോക്കിൽ നമ്മൾ വന്നപ്പോൾ നമുക്കിപ്പോൾ പലരും വി ക്യാൻ സീ ലോട്ട് ഓഫ് ഗവൺമെൻറ്. അതിന് ഗവൺമെൻറ് നമുക്ക് യാതൊരു കുറവുമില്ല, എക്സ്പെഷ്യലി ഇൻ ഇന്ത്യ. എവിടെ പോയാലും യു വിൽ ഫൈൻഡ് എ ഗവൺമെൻറ്. And the first thing you will be asking when you go to a God man is, my Lord, this is my suffering. Can you mitigate me? Instantly, yeah, this is the solution for you. Either one person will say, you do this puja, you do that puja, this is the amount you got to give. Okay, you do that. Other person, you don't worry, you will get the solution. That is what we want. Nobody is ready to spare even a single second towards putting some effort to find a solution to that problem. Or അതിനെക്കുറിച്ച് ഇൻസ്റ്റൻ്റ് ആയിട്ട് യു നീഡ് എ റിസൾട്ട്. അപ്പോൾ ഇതിലാണ് വാട്ട് ദ അഡ്വൈസിൻ്റെ സി ഒരു ഗുരു യഥാർത്ഥ ഗുരു ആണെങ്കിൽ ഹീ വിൽ പുട്ട് പ്രോബ്ലംസ് ബിഫോർ യു ആൻഡ് ദ പ്രോബ്ലംസ് യു ഹാവ് ടു ഫേസ്. ആൻഡ് ദാറ്റ് പ്രോബ്ലംസ് എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് പറഞ്ഞ് ഗുരു എപ്പോഴും എന്നെ സംബന്ധിച്ചോളം ഹി ഹെൽപ് മീ. പ്രോബ്ലത്തിന് എങ്ങനെ സോൾവ് ചെയ്യണം അല്ലെങ്കിൽ സിറ്റുവേഷൻ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് എപ്പോഴും ഹി ഹാസ് അഡ്വൈസ് മീ. അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ റിസൾട്ട് ഇസ് ദാറ്റ് യു വുഡ് ബി സോ സ്റ്റബേൺ, യു വിൽ ബി ഏബിൾ ടു ഫേസ് എനി പ്രോബ്ലം. പിന്നെ നിങ്ങൾക്ക് താഴ്ച യു വിൽ ബി ഇവൻച്വലി റീച്ചിങ് ദാറ്റ് പോയിൻറ്റ് വെർ യു നീഡ് നോട്ട് ഹാവ് ദ ഹെൽപ്പ് ഓഫ് എനിബഡി. ഇഫ് എ ഗോഡ് മാൻ ആണെങ്കിൽ യു ക്യാൻ ബി ദാറ്റ് ഗോഡ് മാൻ. അപ്പോൾ ദാറ്റ് ഈസ് വാട്ട് ഹീ ഈസ് ട്രൈങ് ടു. അപ്പോൾ ദാറ്റ് വിൽ ടേക്ക് ടൈം. ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് യു വോണ്ട് ഗെറ്റ് എ സൊല്യൂഷൻ. ദാറ്റ് ഈസ് ദ ഓൺലി ഡിഫറൻസ്. ഐ ഹാവ് ബീൻ ടു ഡിഫറെൻറ്റ് ഗവൺമെൻറ്. പക്ഷേ വൺ തിങ് ഐ ഗോട്ട് വെരി കൺഫേം ഫ്രം മൈ ഗുരു ഹിയർ ഇസ് ദാറ്റ് he is a person who will transform you, and the transformation won't take in a second, but it will take time, but there will be a transformation. അപ്പോൾ അതാണ് ഗുരു. ആ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടാണ് ഗുരു ഈസ് പുട്ടിങ് പ്രോബ്ലംസ് വെദർ യു ആർ കേപ്പബിൾ ഓഫ് ഫേസിങ് ഇറ്റ്. അതിന് വേണ്ടിയിട്ടാണ് ഈ അകൽച്ചയും എവറിത്തിങ്. അല്ലെങ്കിൽ യു വോണ്ട് നെവർ ട്രാൻസ്ഫോം. അതിന് ഒരു പരമഹംസൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. അപ്പോൾ പരമഹംസൻ ആദ്യം ചെയ്തതെന്ന് പറഞ്ഞത്, ആ പരമഹംസൻ ആദ്യം ശിഷ്യന്മാർക്ക് ഭക്ഷണവും താമസവും തരും. ഹി വിൽ പ്രൊവൈഡ് എവറിത്തിങ്. അതിനുശേഷം ആത്മീയത പഠിപ്പിക്കും. ഹി വിൽ ടീച്ച് യു സ്പിരിച്വാലിറ്റി. അതിനുശേഷം സാധകരെ പരിവ്രാജക കാലഘട്ടത്തിലേക്ക് അയക്കും. ദിസ് ഇസ് എ ടൈം വെയർ ദാറ്റ് ഇസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വി ക്യാൻ ടേക്ക് ദിസ് ഇസ് എ വെൻ യു ഫൈൻഡ് ദാറ്റ് ഗുരു ഇസ് ഡിസ്റ്റൻസിങ് himself from you is a state of parivrajaka rhythm, where it is a state wherein you have to put your own effort on the spiritual side as well as your materialistic side. അതാണ് ആ കാലഘട്ടം പരിവ്രാജക കാലഘട്ടത്തിലേക്ക് അയക്കും. ഈ സമയത്ത് സാധകർ സ്വന്തമായി ജീവിക്കുവാനുള്ളത് സമ്പാദിക്കണം, അതിൻ്റെ കൂടെ സാധനയും നടത്തണം. ഈ സമയത്ത് ആത്മീയ ഗുരുവിൻ്റെ യാതൊരു സഹായവും ഉണ്ടാവില്ല. ഇത് സാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രമകരമായ ഒരു സമയമാണ്. ഏതൊരു സാധകനാണ് ഇത് അതിജീവിക്കുന്നത്, അവനെയാണ് ഗുരു തുടർന്ന് ആത്മീയ ജ്ഞാനം നൽകുന്നതും അവനെ ആത്മീയ സാക്ഷാത്കാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടു പോകുന്നത്. സോ ദാറ്റ് ഇസ് ദ മോസ്റ്റ് ടെസ്റ്റിംഗ് ഫേസ്. അപ്പം നമുക്ക് കാലഘട്ടങ്ങൾ മാറും തോറും നമ്മുടെ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ആയിരിക്കാം. കാരണം ഇന്ന് ഉള്ളത് ഈ കലികാലത്തിൽ കലിയുഗത്തിൽ ദിസ് ഇസ് ദ വേ യു ആർ ബീങ് ടെസ്റ്റഡ്. യു ആർ ടോൾഡ് ദീസ് ആർ ദ തിങ്സ് യു ഹാവ് ടു ഡു.
and you can do it without help on the spiritual side when there is guru is distancing from you. If you are able to maintain your spiritual base at that time and also do your materialistic duties, then you will find you'll taken to the next phase. I mean that might be the phase where different some of us may be going through. Then as Shivaprasad was pointing out, ഈ പോയ ആണ്ടിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമുക്ക് ആർക്കും ആ ക്യാമ്പിൽ പങ്കെടുത്ത ആർക്കും ഒരിക്കലും നമുക്ക് വിട്ടുപോകാൻ പറ്റാത്ത ക്യാമ്പാണ് ദൈവദശകം ക്യാമ്പ്. ഏക്കും എന്തായിരുന്നു ഈ ക്യാമ്പിലെ ശരിക്കും ഇത്രയും വലിയ പ്രത്യേകത? ആസ് ശിവപ്രസാദ് വാസ് ഓൾസോ ടെല്ലിംഗ് ഫ്രം ദ ഡിഫറെൻറ്റ് ക്യാമ്പ്സ് വി ഹാവ് ഗോൺ ടു, വാട്ട് വാസ് എ ഡിഫറൻസ് ഇൻ ദാറ്റ്? ആദ്യം ഞാൻ സാധാരണ മുമ്പേ എത്താറ് അന്ന് തലേ ദിവസം തന്നെ എത്തിയപ്പോൾ തന്നെ ഒട്ടുമിക്ക സാധക സുഹൃത്തുക്കളും മാറാങ്കുഴിയിൽ എത്തിയിരുന്നു. മാറാങ്കുഴി ഈസ് അബോർഡ് ഓഫ് അവർ ബിലോവ്ഡ് അമ്മ. ആൻഡ് സുഭദ്രാമ്മയുടെ വീട് അത് നമ്മുടെ ഓൾമോസ്റ്റ് ഇസ് ലൈക്ക് അവർ ഹോം. നമ്മുടെ ആ ഒരു നമുക്ക് സോ മച്ച് ഫ്രീഡം. നമുക്ക് വേറെ എവിടെയും പോകുന്നതും കാട്ടി നമുക്ക് ആ ചെറിയ വീടാണെങ്കിലും നമുക്ക് യു ക്യാൻ ട്രീറ്റ് ഇറ്റ് എസ് യുവർ ഓൺ ഹോം. അവിടെയായിരുന്നു നമ്മുടെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പ് തന്നെ ആയിരിക്കണം. കാരണം അതിന് എനിക്ക് തോന്നുന്നൊരു അന്ന് ആ ക്യാമ്പ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് രാവിലെ ഗുരുജി ഒരു ബെഞ്ച് ഗുരുജി കല്ലൊക്കെ വെച്ചിട്ടൊരു ബെഞ്ച് അവിടെ ഉണ്ടാകും. അപ്പോൾ ഐ വാസ് സിറ്റിംഗ് ദെയർ, മെഡിറ്റേറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ സിറ്റിംഗ് ദെയർ, അപ്പോൾ ഐ വാസ് ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, ശരത്തെ ഇന്നത്തെ ക്യാമ്പിൻ്റെ പ്രാധാന്യം നിങ്ങൾക്കറിയാമോ? അപ്പോൾ എന്താ ഈ ക്യാമ്പിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ശരിക്കും എന്താണ് ഈശ്വരൻ? ഇതിൻ്റെ പ്രാധാന്യം നിങ്ങൾ ആരെടുത്ത് അപ്രോച്ച് ചെയ്താലും ശരിക്കും ആരാണ് ഈശ്വരൻ, എന്താണ് ഈശ്വരൻ എന്ന് ആരും നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. കാരണം അത് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആരും അവിടെ നിൽക്കില്ല. ദീസ് പേഴ്സൺസ് അവർ അപ്പോഴേ പോകും. കാരണം ദേ ഗോട്ട് ദ ഫൈനൽ ആൻസർ. എന്താണ് നിങ്ങൾ സീക്ക് ചെയ്യുന്നത് അത് ആരും നോബഡി, ബിക്കോസ് യു വിൽ നോബഡി വാണ്ട് ടു സേ ലൂസ് എ ഗോൾഡൻ ഗൂസ്. So no godman will tell you who is real God. അപ്പോൾ ഈ ക്യാമ്പിൽ I am going to tell you who is real God. It was in my mind. കാരണം അത് എൻ്റെ ചെവിയിൽ ഗുരുജി അന്ന് രാവിലെ എന്ന് പറഞ്ഞതാണ്. അതിൻ്റെ ആ ഓർമ്മയിൽ തന്നെയാണ് ഞാൻ ആ ക്യാമ്പിനെ സമീപിച്ചത്. ആ ക്യാമ്പിന് അപ്പോൾ ഐ വാസ് ലിസണിങ്, ആ ഗുരുജിയുടെ അടുത്ത് തന്നെ വന്നിരുന്നു. സോ ഐ വാസ് ലിസണിങ് സോ ഇൻറ്റൻസീവ്ലി. പക്ഷേ ഗ്രാജുവലി ഐ ഫൗണ്ട് എനിക്ക് സാധാരണ ക്യാമ്പ് വന്നത് എനിക്ക് അവസാനം വരെ ഞാൻ എനിക്ക് എല്ലാ നോട്ട്സ് കൊടുത്താൽ എനിക്കൊരു പ്രോബ്ലം ഇല്ല. ഐ വാസ് ഗെറ്റിംഗ് ഓൾ ദ. പക്ഷേ എനിക്കൊരു മിഡിൽ വേ ആയപ്പോൾ തന്നെ ടു ബി ഫ്രാങ്ക് ഐ വാസ് ലൂസിങ് തിങ്സ്. കാരണം ഐ വാസ് നോട്ട് ഏബിൾ ടു കോംപ്രിഹെൻഡ് തിങ്സ്. എനിക്ക് എന്തോ ഐ ഫൗണ്ട് ദാറ്റ് എനിക്ക് എൻ്റെ ബുദ്ധിക്ക് അത് സ്വീകരിക്കാൻ പറ്റുന്നതിനപ്പുറമാണോ പോകുന്നത് എന്നെനിക്ക് തോന്നി. I began to dose of a little bit. Then അവസാനം ശിവപ്രസാദ് was saying എല്ലാ ക്യാമ്പിലും സാധാരണ ക്യാമ്പുകളിൽ ഞാൻ ഗുരുജിയെ ശ്രദ്ധിച്ചിട്ടുള്ളത് എന്തെങ്കിലും ഇച്ചിരി തമാശകളൊക്കെ ഗുരുജി പറയും. ഇറ്റ് മേക്സ് തിങ്സ് ലൈവ്ലി. പക്ഷേ ഇറ്റ് വാസ് സോ സീരിയസ് ഫ്രം ദ വെരി ബിഗിനിങ് ടു ദ ലാസ്റ്റ്. അപ്പം ആൻഡ് ഫൈനലി യെസ് നേരെ ശിവപ്രസാദ് ചോദിച്ചു വെദർ there was tears in eyes of our Guru. അപ്പം I could see that Guru was, I believe so, there was tears in his eyes, and I could find, and he would
immediately he would leave the camp and go inside after the final verse was over. പല സാധക സുഹൃത്തുക്കളുടെ കണ്ണുകളിലും കണ്ണുനീരുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കണ്ണിൽ കണ്ണുനീരൊന്നും വന്നില്ല. അപ്പം ഐ വാസ് വറീഡ്. ഞാൻ എല്ലാവരുടെ കാണുന്ന എല്ലായിടത്തും നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഓൾ സാധകർ ഭയങ്കര മൂകത, ഓൾമോസ്റ്റ് ടിയേഴ്സ്. എനിക്കെന്തുകൊണ്ട് വരുന്നില്ല? ദെൻ ശരത്തിന് അതല്ല, ശരത്ത് വേറെ അല്ല, പലരും സമാധാനിപ്പിച്ചു. പക്ഷെ അവസാനം ഐ ഫൈനലി ആസ്ക്ഡ് വൈ ഈസ് ഇറ്റ്. ദെൻ ഐ ഗോട്ട് ആൻസർ, വെരി സിമ്പിൾ ആൻസർ. ശരത്ത് അത് സാധാരണ ലെവല് വല്ലതൊക്കെ സാധന ചെയ്താൽ യു ക്യാൻ റീച്ച് ദ ലെവൽ ഓഫ് എ ഗുരു. ആ ലെവലിൽ നമ്മൾ വന്നാൽ മാത്രമേ you will wave length, you have not reached that wave length. That only you can do through your sadhana. So what is lacking is that, so you have to come up. True, അത് തന്നെയാണ് ഞാനും also I have to see again, I have to come up. പലരും ഇപ്പോഴും എന്നെ ഇപ്പോൾ കുറഞ്ഞു കേട്ടോ, പണ്ടൊക്കെ എന്നെ ഉണ്ടായിരുന്നു. ഇപ്പം I am very proud that my co-sadhaks are going very well. So I have to put more effort. So എപ്പോഴും നമ്മൾ ഗുരുവായിട്ട് നമുക്ക് കണക്ഷൻ വേണമെങ്കിൽ അതിൻ്റെ ആൻസർ നമ്മൾ സാധന ചെയ്യണം, ആ വേവ് ലെങ്ത് കീപ്പ് ചെയ്യണം. ദെൻ വൺ ഇൻസ്റ്റൻസ് എനിക്ക് അമ്മയുടെ അവിടെ ഉണ്ടായത് വൺ ഇൻസ്റ്റൻസ് കൂടി ഞാൻ പറയാം. ദാറ്റ് ഇസ് ടു മേക്ക് തിങ്സ് ഓൺ ദ ലൈറ്റർ സൈഡ്. നമ്മുടെ ദീപരാജ്, ദാറ്റ് ഇസ് അവർ കോസാദ്. ദീപരാജ് തലേ ദിവസം വന്നപ്പം ദീപരാജ് എൻ്റെ അടുത്ത് പറഞ്ഞു, ശരത്തെ ഞാൻ ഈ ഒരു ആഴ്ച മുമ്പ് ഞാൻ ഇവിടെ സുഭദ്രാമ്മയുടെ വീട്ടിൽ വന്നിരുന്നു. വന്ന സമയത്ത് വെൻ ഐ സിറ്റിംഗ് ഹിയർ ഐ സോ എ സ്മോൾ ഗേൾ വെയറിങ് എ വൈറ്റ് സ്കേർട്ട് ഓൺ ദ വെസ്റ്റേൺ തെക്കേ സൈഡിലെ ജനലിൽ വന്നിരുന്നു എന്നിങ്ങനെ വിളിക്കുന്നപ്പോൾ. സോ ഞാൻ പോയി പിന്നെ കൈയൊക്കെ കാണിച്ചു. ദെൻ ഹി ടോൾഡ് മീ ദാറ്റ് ഐ ടോക്ക്ഡ് അബൌട്ട് ദാറ്റ് ടു സുഭദ്ര അമ്മ. അപ്പോൾ അമ്മ സെഡ് ദാറ്റ് വാസ് മൈ മോൻ്റെ മോളായിരുന്നു, ഷീ ഈസ് നോ മോർ എന്ന് പറഞ്ഞു. അപ്പം ആഫ്റ്റർ ഹി ടോൾഡ് മീ ദാറ്റ്, ബീങ് എ വീക്ക്ലിംഗ് ലൈക്ക് മീ, ഇറ്റ് വാസ് ഇൻ മൈ മൈൻഡ്. അപ്പം അന്ന് എല്ലാവരും കിടന്നു ഉറങ്ങി. അന്ന് അവിടെയായിരുന്നു, നെക്സ്റ്റ് ഡേ ക്യാമ്പ് തുടങ്ങുവാണ്. ഇപ്പോൾ രാത്രി ആയപ്പോഴത്തേക്ക് നോർമൽ ഇതിൽ നിന്ന് 2 മണിയായപ്പോൾ ഞാൻ വിളിച്ചു. ഐ വാണ്ട് ടു, ഇറ്റ് വാസ് നേച്ചേഴ്സ് കോൾ, എനിക്ക് പോയേ പറ്റൂ. ദർ വാസ് നോ വേ ഔട്ട്. ഐ വാസ് സോ വറീഡ് അബൌട്ട് ഗോയിങ് ഔട്ട്. ദി തിങ് കേം ടു മൈ ബെഡ്, ദിസ് സ്മോൾ ലിറ്റിൽ ഗേൾ ആൻഡ് ദ സ്റ്റോറി ഹി ഹാസ് ടോൾഡ് മീ. ബട്ട് നോ വേ, I could not sleep. So then I thought, oh, it was on the western side. Anyway, you can, the bathroom is on the other side. That is on the eastern side. I will take that path. The next day I was told that she was there, right on the eastern side itself. So other than that, what I understood, then I told Guru about this. Then he told me, see, if you are a sadhak, I am so much emphasizing the word sadhak is because this was a word which has, from the initial days of my interaction with my Guru, he used to use the word sadhak so often. So I was so worried, why is he using the word sadhak so often? What is the relevance of that? ഞാനിപ്പോൾ എൻ്റെ ഓരോ വാക്കിനും ഈ സാധക എന്ന് പറഞ്ഞു, ബിക്കോസ് I am beginning to understand what a sadhak means. It is not a simple term. It is a practice which can transform you, your individuality, everything can change. അപ്പോൾ നമ്മൾ ആ സാധക ഗ്രൂപ്പിൽ നമ്മൾ അംഗീകരിച്ച് നമ്മൾ ഗുരു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, you can take my word, you are different. You are different from everybody. നിങ്ങൾ കോടാനുകോടികളിൽ I can assure you that you are a gem of a person.
if anybody is included in the definition of sadhaka by our guru. You can make sure. അതെനിക്ക് ആദ്യം ഡൗട്ടായിരുന്നു, പക്ഷേ ഓരോ വർഷം കഴിയും തോറും ഇറ്റ് ഈസ് ഗെറ്റിംഗ് കൺഫേംഡ്. കാരണം കാരണം എല്ലാ ബോണ്ടേജും ഇട്ടിട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയും. അപ്പോൾ പറഞ്ഞു, സാധകനെ സംബന്ധിച്ചിടത്തോളം സാധന ചെയ്യുന്ന അയാളുടെ വേവ് ലെന്ത് would be above all whatever souls are there. എന്തൊക്കെ there is a lot of സോൾസിനെ കുറിച്ചൊക്കെ പല ഇതുമുണ്ട് ഗുരുജി പറഞ്ഞു. ബട്ട് യു നീഡൻ വറി അബൌട്ട് ദാറ്റ്, ബിക്കോസ് സാധന ചെയ്യുന്നതിനെ സംബന്ധിച്ചോളം അവൻ്റെ വേവ് ലെന്ത് എപ്പോഴും ഇതിന് മുകളിലായിരിക്കും. സോ നത്തിങ് ക്യാൻ അഫക്റ്റ് ഹിം. എനിക്ക് അത് ഗുരുജി പറഞ്ഞു തന്നപ്പോഴത്തേക്ക് എനിക്ക് മോർ ഈ സാധന എന്താണ്, സാധകൻ എന്താണ്, ആ ഒരു ഇതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇതൊക്കെ ഇനി നാളെ പറയും, ഇതൊക്കെ വെറുതെ ആണെന്ന് പറയും. ബിക്കോസ് ദാറ്റ് ഇസ് വൈ. കാരണം എല്ലാം പൊളിച്ചെഴുത്തുകളാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. അപ്പം ഇതും ഒരു പൊളിച്ചെഴുതട്ടെ നാളെ എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു, വൈ ദിസ് ദീപരാജ് എക്സ്പീരിയൻസ് ദിസ്. ഇപ്പോൾ ഗുരുജി പറഞ്ഞതിൻ്റെ കാര്യം പറഞ്ഞാൽ, ഒരു സാധന ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ മെഡിറ്റേറ്റ് ചെയ്ത് പോകുന്നതിന് തോറും he will get ഒരു പർട്ടിക്കുലർ പവർ കിട്ടും. വെൻ യു ആർ ഗോയിങ് ടു എ ന്യൂ പ്ലേസ്, ആ സാധകൻ്റെ മെമ്മറിയിൽ ഇവിടെ മുമ്പേ നടന്നിട്ടുള്ള സംഭവങ്ങൾ തെളിഞ്ഞ് വരും, എപ്പിസോഡ്സ് ആയിട്ട് വരും. സിൻസ് ദിസ് ദീപരാജ് ഇസ് എ പേഴ്സൺ ഹൂസ് മെഡിറ്റേറ്റിംഗ് ആൻഡ് ഒരു ദാറ്റ് ഈസ് വൈ അയാൾക്ക് ഇവിടെ മുമ്പേ നടന്ന കാര്യങ്ങളുടെ ഒരു വിഷനാണ് കിട്ടിയത്. സോ that shows what the importance of meditation is, and importance of the term sadhana. Then after that, one more incident after that is, I have to go to Mavelikara. അപ്പം പലരും തിരിച്ച് കാണും ദിസ് ക്യാമ്പസ് അറ്റ് ട്രിവാൻഡ്രം. അപ്പം ഗുരുജി പറഞ്ഞു ദിസ് ദീപരാജൻ്റെ എൻ്റെ വണ്ടി കയറാൻ പറഞ്ഞു. Then there was a 3 hours drive from Trivandrum to this Kangalam for me. Then this person, Devraj is a person who is not married. Pakshe, he answered so many questions. Which questions I was actually thinking of putting it to my guru. So then I gradually began to understand why this person, this Kosadak, was asked to enter into take a place in my car, and the others were asked to take a separate car. അപ്പം ഇറ്റ് വാസ് വേറെ എനിക്ക് വളരെയധികം, കാരണം എന്ന് വെച്ചാൽ എനിക്ക് വളരെയധികം എന്നെ മാനസികമായിട്ട് അലട്ടിയിരിക്കുന്ന പല ക്വസ്റ്റ്യൻസും ദിസ് പേഴ്സൺ വാസ് ടെല്ലിങ് മീ ആൻസർ. ഗ്രാജുവലി ഐ ബിഗാൻ ടു അണ്ടർസ്റ്റാൻഡ് that നേരത്തെ പറഞ്ഞ നമുക്ക് ഗുരുജി പറഞ്ഞ 50%, 25%, 25%. This 25% you have to get from the Kosadak, and also you can make sure that this 25% he is giving is actually his knowledge only. കൊടുത്ത് ഇമ്പാർട്ട് ചെയ്ത് പലർക്കും പല രീതിയിൽ കൊടുക്കും. യു ആർ ഗെറ്റിംഗ് ഇറ്റ് ത്രൂ ഹിം. അപ്പോൾ എൻ്റെ ഗുരുമുഖത്ത് നിന്ന് തന്നെയാണ് എനിക്ക് ആ ചോദ്യങ്ങളുടെ ഉത്തരം കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഐ ഗോട്ട് സോ മച്ച് കൺഫേം. അത് കുറേ കഴിഞ്ഞ് നെക്സ്റ്റ് ഞാൻ ഗുരുജിയെ കണ്ടപ്പോൾ കുറഞ്ഞു എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ 3 മണിക്കൂർ സത്സംഗം. Then it got confirmed that he was doing it, and he was answering all my doubts, all my questions. അപ്പം നമ്മൾ അത് if you are ready to be an instrument, your questions will be answered. About that, but one thing I had to question I have to put forward to my guru is, ഈ സാധാരണ നമുക്ക് എങ്ങനെയായാലും ഒരു വർഷം 2-3 ക്യാമ്പ് എങ്ങനെയായാലും that would be conducted. പക്ഷേ കഴിഞ്ഞ വർഷം ആദ്യം നടത്തിയ ക്യാമ്പാണ് ദൈവദശകം ക്യാമ്പ്. അതിനുശേഷം ഇതുവരെ വേറൊരു ക്യാമ്പും ഗുരുജി നടത്തിയിട്ടില്ല.
അത് എന്തുകൊണ്ടാണെന്ന് ഗുരു അതിനൊരു ഉത്തരം തരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അതിനുശേഷം എന്നെ സംബന്ധിച്ചിടത്തോളം ക്യാമ്പിന് ശേഷം പിന്നെ എൻ്റെ പ്രൊഫഷനും അതിനും മുമ്പോട്ട് പോകാനായിട്ടുള്ള ഒരു ഓട്ടം തന്നെയായിരുന്നു. സോ in way the sadhana was going on the one side, so I had nothing to worry. It was അതിലേക്ക് തന്നെയായിരുന്നു. ഗുരുപൂർണ്ണിമയ്ക്ക് ഞാൻ പോയിരുന്നു, പക്ഷേ എനിക്ക് ഐ മിസ്ഡ് ഔട്ട് ഓൺ ഇത് ഒരു ഇടയ്ക്ക് ഒരു 1-2 ഫങ്ഷൻസ് couldn't attend, ചെയ്യാൻ പറ്റില്ല. Then another thing I have to send, because ഇത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്. ഒരു ദിവസം ഗുരുജി പറഞ്ഞു ദറ്റ് വിറ്റു ഇസ് കമ്മിങ് ഫ്രം ചെന്നൈ വിത്ത് കുറച്ച് വിഗ്രഹങ്ങളുമായിട്ട് വരുന്നുണ്ട്. അപ്പം ശരത്ത് പോയിട്ട് വിറ്റുവിനെ വിളിച്ച് യു ഹാവ് ടു കളക്ട് ദിസ് ഡൈറ്റീസ് ആൻഡ് ബ്രിങ് ഓവർ ടു മാറാങ്കുഴി. അപ്പം ദാറ്റ് വാസ് എ വർക്കിംഗ് ഡേ, സോ ഐ വാസ് ഹാവിങ് കേസസ് ഇൻ കോർട്ട്. അപ്പം ഗുരുജി പറഞ്ഞു ഐ കനോട്ട് സേ നോ. സോ ഞാൻ പറഞ്ഞു ഗുരുജി ശരി. ഞാൻ വണ്ടി എടുത്തു, വിറ്റുവിനെ കളക്ട് ചെയ്തു, വിഗ്രഹങ്ങളുമായിട്ട് പോയി. പിന്നെ അവിടെ ഗുരുജിയുടെ സത്സംഗം അത് മുഴുകി ഞാൻ ഫോർഗോട്ട് എവറിത്തിങ്. ഐ ഹാഡ് കേസസ് ഇൻ ദ കോർട്ട് ഇൻ ദാറ്റ് ഡേ. എല്ലാം മറന്നു. എല്ലാം കഴിഞ്ഞ് ഇനി എന്ത് കേസെല്ലാം തള്ളിപ്പോയ കക്ഷിയെടുത്തിന് എന്ത് പറയാം. സോ വറിഡ്, കാരണം ഡിസ്മിസലായി പോയി കഴിഞ്ഞാൽ തീർന്നു. ദെൻ ഞാൻ നെക്സ്റ്റ് ഡേ ഐ വെൻറ്റ് ടു ദ കോർട്ട്. അപ്പോൾ ഐ ആസ്ക് മൈ കൊളീഗ്, ഐ ഹാഡ് സം, എന്ത് പറ്റും വക്കീലിൻ്റെ കേസോ? അത് വേറൊരു വക്കീല് മാറി, ഹി തോട്ട് ദാറ്റ് ഇറ്റ് വാസ് ഹിസ് കേസ് ആൻഡ് ഇൻ മൈ കേസ് ഹി ബിഗാൻ ടു ആർഗ്യൂ ആൻഡ് ദ കേസ് ഗോട്ട് അഡ്ജേർഡ്. അപ്പം ദാറ്റ് ഈസ് എ തിങ്. അതർവൈസ് അത് ഡിസ്മിസ് ചെയ്യാം. അപ്പം അത് എനിക്ക് മനസ്സിലാവേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇഫ് യു ആർ, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷേ ഇറ്റ് വാസ് മൈ എക്സ്പീരിയൻസ് ടു ദ പോയിന്റ് ദാറ്റ് നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ no, God will take care of that. That was a big example for that. ഇപ്പോൾ ഇത് അപ്പിയർ ചെയ്ത് വാദിച്ചത് എൻ്റെ വളരെ ശത്രുതയുള്ളൊരു വക്കീലുമായിരുന്നു. ദാറ്റ് വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അങ്ങനെ മാറിപ്പോവുകയും ചെയ്തു. പിന്നെ സാധനയെ നിത്യജീവിതം. അപ്പം ഞാൻ ഗുരുജിയുടെ സാധനയും നിത്യജീവിതവും തമ്മിലുള്ള ബന്ധമാണ്. അപ്പം ഗുരുജി പറഞ്ഞു, ശരത്ത് അമ്പലത്തിൽ പോകാറുണ്ടോ? ഞാൻ പറഞ്ഞു ഗുരുജി ചുരുക്കം, ഇല്ലയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്നാൽ ജീവിതത്തിൽ ഈശ്വര സ്വാധീനം തോന്നാറുണ്ടോ? തീർച്ചയായും ഉണ്ട്. അത് എപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. അപ്പം ശരത്ത് അതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് അമ്പലത്തിൽ പോലും പോകാത്ത ശരത്തിന് ഈ ഈശ്വര സ്വാധീനം തോന്നുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. അമ്പലത്തിൽ ഗുരുജി പറഞ്ഞു, അമ്പലത്തിൽ പോകുമ്പോൾ മോസ്റ്റ് ഐ എം സെയിങ് നോട്ട് ദ എൻ്റെ പേഴ്സൺ 90% പോയി രാവിലെ തൊഴും. നെക്സ്റ്റ് ദേ കം, ആ ഇറങ്ങുന്ന ഡോർ സ്റ്റെപ്പ് ഇറങ്ങിക്കഴിയുമ്പോൾ, അമ്പലത്തെ പടി ഇറങ്ങിക്കഴിയുമ്പോൾ ദേ വിൽ ഫോർഗെറ്റ് ഗോ, ദേ വിൽ ബി എൻഗേജ്ഡ് ഇൻ അതർ ആക്ടിവിറ്റീസ്. പക്ഷേ ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം, അവനെ സംബന്ധിച്ചിടത്തോളം അത് മാത്രമല്ല, ഈവൻ ഇൻ എവറി വർക്ക് ഹി വുഡ് ബി എൻഗേജ് ചെയ്തിരുന്നാലും ഹിസ് മൈൻഡ് വുഡ് ബി ഓൾവേസ് ഇൻ ദാറ്റ് ഗോഡ് ബിക്കോസ് അവൻ്റെ സാധനം എപ്പോഴും അവൻ്റെ മൈൻഡിൽ എന്ത് വന്നാലും, എന്തെങ്കിലും ദീക്ഷ കിട്ടുകയാണെങ്കിൽ ഹി വിൽ ബി ജപിക്കുക, അറിഞ്ഞോ അറിയാതെ അവൻ ജപിച്ചുകൊണ്ടിരിക്കും. ദാറ്റ് ഇസ് എ സാധനം. അല്ലെങ്കിൽ ഏത് ഇല്ലാടോ സാധനം കിട്ടിയിരിക്കണം അതേ രീതിയിൽ. അതുകൊണ്ടാണ് അവന്, ദാറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ എ സാധക ആൻഡ് a person who merely goes to the temple. അപ്പം ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതുപോലെ യു വുഡ് ബി ലീവിങ്, എന്ത് ജോലി നിങ്ങൾ ചെയ്താലും, ഏത് കർമ്മം ചെയ്തുകൊണ്ടിരുന്നാലും, that godness or remembrance of God would be there in a sadhaka. That differentiates a sadhaka from a person who merely goes to a temple. ഇതിൻ്റെ വേറെ എക്സാമ്പിൾ എനിക്ക് പറയുന്നത്, സാധന ഞാൻ ഒരു ദിവസം ഞാൻ ഈ സാധന മുടക്കിയാൽ എനിക്ക് ഐ കുഡ് ഫീൽ ദാറ്റ്
ഭയങ്കരമായിട്ട് ഐ വിൽ ലൂസ് മൈ ടെമ്പർ. I will be, my work would be all, everything would be hampered, and I could see ഒരു സാധന ചെയ്യുമ്പോഴത്തേക്ക് വളരെ ഒരു എല്ലാ കാര്യങ്ങളും വളരെ പേഷ്യൻ്റായിട്ടും വളരെ അപ്രൈറ്റായിട്ട് ചെയ്യുന്ന ഞാൻ മൈ ടെമ്പർ വുഡ് ബി ലോസ്റ്റ് എല്ലാ വർക്ക്. അപ്പോൾ I understood that this whatever uprightness or whatever thing I was gaining in the materialistic world or whatever it may be, it is only because of my sadhana. So I understood that the importance of the term sadhana and what was doing to me. In a professional also I could find that I could understand it is a positive energy or a positive vibration. That is what sadhana is. If you are doing this, you can be rest assured. And എൻ്റെ പ്രൊഫഷണൽ ഗ്രോത്ത് തന്നെ ഞാൻ കണ്ടിട്ടുള്ളത്, ഞാൻ കറക്റ്റായിട്ട് സാധനമായിട്ട് എന്താ ചെയ്തതെന്ന് ഐ കുഡൻറ്റ് അണ്ടർസ്റ്റാൻഡ് ഫ്രം വെയർ ദീസ് ക്ലയൻസ് ആർ കമ്മിങ് ടു മീ ആൻഡ് ഹൗ ദി തിങ്സ് ആർ ഗോയിങ് അപ്പ്. ഐ ആം ഏബിൾ ടു ഫേസ് ഫ്രോം. പക്ഷേ ഇത് മുടക്കി കഴിഞ്ഞാൽ ഈ പോസിറ്റീവായിട്ട് വന്ന കാര്യങ്ങൾ എവറിത്തിങ് വുഡ് ബി ഗോയിങ് നെഗറ്റീവ്. സോ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദാറ്റ് പോസിറ്റീവ് വൈബ്രേഷൻസ്. അതാണ് ഒരു ഗുരു സങ്കല്പത്തിൽ നിൽക്കുന്നുള്ള ആൾക്ക്. കാരണം എനിക്ക് ഗുരുജി പണ്ട് പറഞ്ഞൊരു വാക്കാണ്, if you are a sadhaka and if you are doing sadhana positively, even a single step in the positive direction, നിങ്ങൾക്ക് ഒരു 1000 മടങ്ങ് സാധാരണ ഒരു വ്യക്തി വയ്ക്കുന്ന ചുവട് വെപ്പിനെയും കാട്ടി 1000 times more benefits you will get. അതേ സമയത്ത് ഒരു നെഗറ്റീവ് സ്റ്റെപ്പ് സാധകൻ വെച്ചാൽ ഒരു 1000 times നെഗറ്റീവായിട്ട് വരും. ഐ ആം റിപ്പീറ്റിംഗ് ദിസ്. ഐ തിങ്ക് ലാസ്റ്റ് ടൈം ഓൾസോ ഐ സെഡ് ദിസ്. അത് വളരെ ഈ പ്രാവശ്യവും എനിക്ക് വന്നിട്ടുണ്ട്. സോ ഐ ഹാവിങ് എ ബാക്ക് പ്രോബ്ലം ഫോർ ദ ലാസ്റ്റ് 2 weeks. അത് പറഞ്ഞത് ഈ ഒരു നെഗറ്റീവ് സ്റ്റെപ്പ് ഞാൻ വെച്ചു. ദെൻ ഇൻസ്റ്റൻറ്റേനിയസ്ലി എനിക്ക് ഐ ഗോട്ട് ദ റിസൾട്ട്. എനിക്ക് അങ്ങനെയുണ്ട് ജീവിതത്തിൽ ഒരു ഗുണമുണ്ട്, പോസിറ്റീവ് വെച്ചാൽ ഉടനെ പോസിറ്റീവ് റിസൾട്ടാണ്, നെഗറ്റീവ് വെച്ചാൽ ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് നെഗറ്റീവ് കിട്ടും. അപ്പം ഐ ടുക്ക് എ സ്റ്റെപ്പ് ഇൻ ദ നെഗറ്റീവ്. കാരണം സാധാരണ പ്രോപ്പർ എൻ്റെ ഗുരു പറഞ്ഞ വാക്കുകളിൽ നിന്ന് തെറ്റായി ഞാൻ പ്രവർത്തിച്ചു. ദെൻ ഐ അണ്ടർസ്റ്റുഡ് ദറ്റ്. അപ്പോൾ ഒരു 2 ആഴ്ചയായിട്ട് കിടപ്പായിരുന്നു, നടുവും എല്ലാം പോയി. അപ്പം അതാണ് ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം. അവന് പോസിറ്റീവായിട്ട് തിന്നാൽ 1000 times യു വിൽ ഗെറ്റ് ബെനിഫിറ്റ്. ഇല്ലെങ്കിൽ അപ്പം തന്നെ നമുക്ക് അടിയും കിട്ടും. യു വിൽ ഹാവ് ടു സഫർ ഓൾസോ. അപ്പം ഐ അണ്ടർസ്റ്റുഡ്. അപ്പം ഞാൻ അത് ഫുള്ളി അക്സെപ്റ്റ് ചെയ്തു. എൻ്റെ കുറ്റമാണ് അത്. നേരത്തെ ഗുരു പറഞ്ഞ കണക്ക് അത് ഭയങ്കര. കാരണം നിനക്ക് അറിയാം ശരി എന്താണ് തെറ്റാണെന്ന് നിനക്കറിയാം. അറിഞ്ഞുകൊണ്ട് കുറ്റം ചെയ്യുന്നതും അറിയാതെ കുറ്റം ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമാണ്. ദാറ്റ് ഈസ് വൈ ഐ ഹാഡ് ടു സഫർ. സോ എല്ലാ മനസ്സോടെയും ഞാൻ ഐ അക്സെപ്റ്റ് ദാറ്റ്. പിന്നെ ഇത്രയും ഉള്ളൂ. അറിയാം. ഇനി നാളെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. രാവിലെ 8:30-9 മണിക്ക് തുടങ്ങുന്ന രീതിയിൽ. കാല് മടങ്ങിപ്പോയി. കുറച്ചേരം അവിടെ ഇരിക്കും.